വെൽക്കം ടു വോയിസ് പി. ഞാൻ നിങ്ങളുടെ സ്വന്തം ആകാശ് അജി. ഞാൻ അഖിൽ ടൈറ്റസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ ഏതിനെ പറ്റി നമ്മൾ സംസാരിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ എപ്പിസോഡ് നമ്പർ 2 എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്പർ 2 അത്രേ ഉള്ളൂ. എന്താണല്ലേ ഒരു ദിവസം തോന്നിയൊരു ഐഡിയയിൽ തുടങ്ങിയതാണ്. ഇപ്പോഴും ഞാൻ എക്സൈറ്റഡ് തന്നെ ഇരിക്കണം. ഞാൻ എക്സൈറ്റഡാ. ഞാൻ എല്ലാ ദിവസവും എന്നെ പറ്റി എന്ത് ചെയ്യും, അത് ഇങ്ങനെയൊക്കെ ഇതൊരു ഫുൾ ടൈം എടുത്താലും എന്തൊക്കെ സംസാരിക്കും, എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം. അതാണ് ഞാനിതൊക്കെ തന്നെ ചിന്തിക്കണേ. ഇപ്പൊ എല്ലാ ദിവസവും പുറത്തിറങ്ങി വിടാം, ആകാശത്തിന് ഇതിനെ പറ്റി പറയരുത്, പോഡ്കാസ്റ്റ് വരട്ടെ. ഒരു കാര്യം എന്റെ അടുക്ക പറയുന്നില്ല കേട്ടോ, എല്ലാം ഞാൻ പോഡ്കാസ്റ്റിൽ പറയാം, നിന്നെ സർപ്രൈസ് ആയിട്ട് പറയണേ. അത്രേ ഉള്ളൂ. ആ രീതിയിലാണ്. ഞാനിപ്പോ ആണെങ്കിൽ അമ്മയടുത്ത് ഡെയിലി സംസാരിക്കുമല്ലോ, അമ്മയടുത്ത് ഡെയിലി സംസാരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അമ്മക്ക് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡൊക്കെ കാണിച്ചു കൊടുത്ത് അടുത്ത കൊള്ളാം, രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞ അതാണ് അതിന്റെ വൈബ് എന്ന് പറഞ്ഞു. രണ്ട് പേഴ്സണൽ നമ്മുടെ അമ്മമാര് ഈ പോഡ്കാസ്റ്റ് സംഭവം കേട്ടിട്ടില്ല. ഇല്ല. ഇവര് വീഡിയോയും ഈ മ്യൂസിക് വീഡിയോയും അല്ലെങ്കിൽ സീരിയലും റീലായി കണ്ടോണ്ടിരിക്കണേ. ഇതെന്താ നിങ്ങളിങ്ങനെ വെറുതെ സംസാരിച്ചോണ്ടിരിക്കണേ? ഞാൻ പറഞ്ഞേ ആദ്യത്തത് നമ്മളിങ്ങനെ നമ്മളെ പറ്റി പറയും, പിന്നെ ഞങ്ങള് വലിയ വലിയ ഈ പറഞ്ഞ ഏലിയൻസിനെ പറ്റി നമ്മൾ സംസാരിക്കും. അതെ, ഏലിയൻസ് ഉണ്ട്, ഗസ്റ്റുകൾ വരും. അതെ, അല്ലെങ്കിൽ നമ്മൾ വൺ സ്റ്റോപ്പ് ആണല്ലോ. അതെ, അതായത് ചിലപ്പോ ഒരു ദിവസം മോഹൻലാലൊക്കെ വന്നേക്കാം. അതെ, പറയാൻ പറ്റുമൊന്നുമില്ല അല്ലേ? അതെ, മോഹൻലാലൊക്കെ ഒന്ന് എന്ത് സംസാരിക്കുന്നോ കുട്ടാന്നൊക്കെ പറഞ്ഞ നമ്മളെ നിർത്തോടെ. അതൊന്നും കുഴപ്പമില്ല കുട്ടാ. നമുക്ക് മമ്മൂട്ടിയെ കൊണ്ടുവരണം. അങ്ങനെയാണ്. അതുകൊണ്ടല്ല, മാത്രല്ല രണ്ടുപേരും കൂടി ഒരുമിച്ച് കൊണ്ടുവരാണെങ്കിൽ കിട്ടില്ലായിരിക്കും. നമ്മുടെ പോഡ്കാസ്റ്റ് മിക്കവാറും ഒരു 10 മില്യൺ വ്യൂസിലേക്കൊക്കെ പോകും. അത് സിമ്പിൾ ഇല്ലേ? പിന്നെ എത്ര ദിവസത്തില് 6 മില്യൺ, ഇപ്പൊ 9 മില്യൺ 6 ദിവസം കൊണ്ട് കീറിപ്പോയ പോക്കല്ലേ. അവന്റെ റിവ്യൂസ് ഒക്കെ കണ്ട എല്ലാരും ഭയങ്കര പോസിറ്റീവ്. ആ സെറ്റപ്പിലാണ് എല്ലാരും സംസാരിക്കുന്നത്. എല്ലാരും ഭയങ്കര സപ്പോർട്ടാ സർഗിന്. കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഒരു ഇന്റർനാഷണൽ ആർട്ടിസ്റ്റായി മാറിയതേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പൊ 2 ദിവസം മുന്നേ ഞാൻ ഒരു വീഡിയോ കണ്ട. അതായത് ലൈക്ക് ഇപ്പൊ നമ്മളിപ്പോ ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് അല്ലല്ലോ, ഈ പറഞ്ഞ വീഡിയോ സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നമ്മുടെ റൂട്ട്സിൽ നിന്ന് നമ്മൾ തുടങ്ങാം. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ മറ്റേ ആ വീഡിയോ, അതായത് ലൈക്ക് നമ്മള് ആ പയ്യൻ നമ്മുടെ ടെക്സസിലെ കണ്ടുപോയി പഠിച്ച് അത് കഴിഞ്ഞിട്ട് തിരിച്ചിപ്പോ നാട്ടിൽ പോയി നാട്ടിന്റെ സാധനങ്ങളാണ്, ആ തെയ്യവും കാര്യങ്ങളും ഗരുഡന്റെ ആ സാധനം നാടാണ് അവൻ പുഷ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇന്റർനാഷണൽ ഇപ്പൊ ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റുകളുടെ ഇടയിലേക്ക് ഇത് കൊണ്ടുവരികയാണ്. ആൾക്ക് ആർക്കും അറിയില്ല. ഇവിടെ ഈ ബീറ്റില്ലേ ബാക്ക്ഗ്രൗണ്ടിൽ, ഇപ്പൊ ചെണ്ടയുടെ ബീറ്റും അതും ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ആൾക്ക് എന്താ സംഭവം അറിയില്ല. ഇത് ഇവനാണോ കറക്റ്റ് ആയിട്ട് ഡയറക്ട് ചെയ്ത് ലൈക്ക് ഈ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ? ഇല്ല, അവന്റെ ബിജോയ് ഷെട്ടി എന്ന് പറഞ്ഞ ഡയറക്ഷൻ. അവന്റെ കുറെ പരിപാടികൾ അവൻ തന്നെ ചെയ്തേക്കണേന്ന് തോന്നുന്നു. ഞാൻ നമ്മള് മറ്റേ ഒരു ഇത് കണ്ടില്ലേ, ജ്വല്ലറിയുടെ അതും ഈ ബിജോയ് ഷെട്ടിയാണ്. ബിജോയ് ഷെട്ടിയാ. ഞാൻ ജ്വല്ലറിയുടെ പരസ്യം ഒന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലാവണത്. കിട്ടില്ല സാധനം. അതേപോലെയാണ് അവന്റെ പരിപാടികൾ നടക്കണം. നല്ല ഹൈ ക്ലാസ് ആളുകളെ അവനുണ്ട്, നല്ലോണം കാശ് ടൈമും ഇൻവെസ്റ്റ് ചെയ്യണം, നല്ലോണം പണിയെടുക്കുന്നുണ്ട്. പക്ഷെ ഇവന്റെ നമ്മള് ബിഗ് ഡോഗ്സ് പറഞ്ഞ പാട്ട് നമ്മൾ ആദ്യം കേട്ടിട്ടുള്ളൂ ആദ്യം. പക്ഷെ ഇതിനു മുമ്പ് ഒരുപാട് പാട്ടുകൾ വീഡിയോ കിട്ടില്ല പാട്ടുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ തിരുമാലിയുടെ ഒപ്പം ഡബ്സിയുടെ ഒക്കെ പാട്ട് പാടിയിട്ടുണ്ട്. നമ്മളതൊന്നും കാണില്ല. ഇവിടെ ഇതിന്റെ ഇടയിൽ വേറൊരു നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പ് എന്ന് പറഞ്ഞ ഒരു കൾച്ചർ. അതിപ്പോ ഭയങ്കരമായിട്ട് കേറി ലൈക്ക് ഫുൾ കാര്യം റാപ്പേഴ്സാണ് ഇപ്പൊ പാട്ട് പാടുന്ന മൊത്തം. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് ഏത് പാട്ട്, യേശുദാസ്, ചിത്ര, സുജാത, ഇങ്ങനത്തെ നമുക്കറിയാം എല്ലാത്തിലും ഒരു ടൈപ്പ് പാട്ടുകളാ. ഇപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു ബേബി ജീന്റെ ഒരു സൗണ്ട് എന്ന് വെച്ചാൽ വേറൊരു യുണീക് സൗണ്ടാ. കുറെ പേർക്ക് ആളെ ഇഷ്ടമല്ല, പക്ഷെ അവന്റെ നല്ല സൗണ്ട്. എനിക്ക് ഒരു യുണീക് സൗണ്ട് ആയിട്ട് തോന്നി. സത്യം. അങ്ങനെ അതേപോലെ ഇപ്പൊ ഡബ്സിയുടെ ആയാലും അതേപോലത്തെ ഒരു അവന്റെ തിരുമാലി, ഇവരുടെയൊക്കെ ഒരു യുണീക് സൗണ്ട് അല്ലേ, കേൾക്കാനും ഒരു രസമാണ്. നമുക്കൊരു ഡിഫറെന്റ് ഒരു വെർസറ്റൈൽ. ഇപ്പൊ സിനിമ ആണെങ്കിലും അതേപോലെ അല്ലേ, അതിനെ പറ്റിയൊക്കെ നോക്കണല്ലോ. വെർസറ്റൈൽ നമ്മളൊരു സിനിമയെ പറ്റി നമുക്ക് വേറൊരു എപ്പിസോഡ് നമുക്ക് തീർച്ചയായിട്ടും എടുക്കാം. നമുക്കിപ്പോ എനിക്കിപ്പോ ഈ നാടിനെ കുറിച്ച് പറഞ്ഞപ്പോണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആണല്ലേ? വന്നിട്ട് ഇപ്പൊ എത്ര ആളായി? 1.5 ആഴ്ച. ഞാൻ 2.5 ആഴ്ച ഞാനുമായി. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല. അവസാനത്തെ ആ ഒരാഴ്ച 2 ആഴ്ച ഉണ്ടല്ലോ, ഇപ്പൊ പോണല്ലോ ദൈവമേ.
അതാണ് പോണല്ലോ, എന്ത് സങ്കടാന്ന് ആ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കുറെ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്. പോകുന്നതിന് ഒരു മാസം 2 മാസം 3 മാസം മുന്നേ ഫുൾ ത്രിൽഡ് ആണ്. ലൈക്ക് പെട്ടി പാക്ക് ചെയ്യുന്ന 2 വലിയ പെട്ടിയില്ലേ, ഫുള്ള് പാക്ക് ചെയ്യുന്ന കുപ്പി എല്ലാം കൊണ്ടുപോകണം. അതെ, എക്സൈറ്റ്മെന്റ് ആണ്. അതാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് നമുക്ക് കുറെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇതിന്റെ പകുതി പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് ലാസ്റ്റ് വീക്കാകുമ്പോ നമ്മള് വിചാരിക്കും എന്നാ പിന്നെ കുറച്ചും കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ തിരിച്ചിട്ട് പണി എടുക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് കാര്യം വെച്ചാൽ നമ്മള് ഒന്നാമത് കാനഡയിൽ ഈ ലൈഫ് സ്റ്റൈലിലേക്ക് വരുമ്പോ നമുക്ക് കുറെ കാര്യങ്ങളൊന്നും നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. ഇവിടെ പണിയെടുത്താൽ ഇവിടത്തെ കാര്യങ്ങളൊക്കെ അടഞ്ഞു പോകുള്ളൂ. എല്ലാവർക്കും അതല്ല അവസ്ഥ. പിന്നെ നാട്ടിലെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എത്ര നാള് നമ്മൾ വേറൊരു രാജ്യത്ത് പോയി നിന്നാലും നാട്ടിനോട് നമുക്ക് സ്നേഹമില്ലേ, ഒരിക്കലും മാറൂല. അത് ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകാന്ന് വെച്ചാൽ ഇന്ന് പോകും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ടിക്കറ്റ് കൊടുത്ത് അവിടെ ചെല്ലുമ്പോഴേക്കും കയ്യിലെ കാശ് തീർന്നുണ്ടാവും. ഇനി എന്ത് ചെയ്യും? അവിടെ ചെന്നിട്ട് നാട്ടില് നമുക്ക് ഈ പറഞ്ഞ പോലെ 1 മാസം 2 മാസം ഒക്കെ അടിച്ചു പൊളിക്കാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിപ്പോ ഈ കരിമീൻ മേടിക്കണ ചാള മേടിക്കേണ്ടി വരും. ചാളക്കും ഇപ്പൊ കാശ് കൂടുതലാ. പിന്നെ വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, തുടക്ക സമയങ്ങളിലൊക്കെ കുറേ ഫുഡുകൾ കാണും. അവസാനമാകുമ്പോഴത്തേക്ക് കഞ്ഞി മുട്ട ആദ്യം അത് പോരട്ടെ, ഇത് പോരട്ടെ, കമോൺ ബ്രിങ് ഇറ്റ് എല്ലാം വരട്ടെ, നിറച്ച് സാധനങ്ങളാ. പിന്നെ കുറച്ചാളെ കൺവേർട്ട് ആദ്യം നമ്മൾ ശ്രദ്ധിക്കണില്ല. ചെല്ലണ ദിവസമൊക്കെ ഇത്രയും രൂപയുള്ളോ, $20 $30. പിന്നെ നോക്കിയൊരു ഒരാഴ്ച അവിടെ നിൽക്കുമ്പോ 2 ലക്ഷം തീർന്നു. ഇതാണ് അവസ്ഥ. എന്താ ചെയ്യുന്നത്? മാറ്റി വെച്ച കാശ് അപ്പൊ തീരുന്നത്. വില തന്നെ എന്താ, ഒരു 5 കൊല്ലം 10 കൊല്ലം മുന്നേ അല്ലെങ്കിൽ 20 രൂപയ്ക്ക് മറ്റേ മത്തി വാങ്ങിച്ചോണ്ടിരുന്ന 200 രൂപ കണ്ട. ഇപ്പൊ എല്ലാത്തിനും വില കൂടുതല. ഒരു ചായ വാങ്ങിക്കണമെങ്കിൽ തന്നെ എന്തൊക്കെ. നീ നാട്ടിലേക്ക് വരുന്ന ടൈമില് ഇങ്ങോട്ട് വരുന്ന ടൈമിൽ ഓർമ്മയുണ്ട ചായക്ക് എത്ര രൂപ? ചായക്ക് 10 രൂപ റേഞ്ചോ. ഏത് ഇയറാണ് വന്നത്? 2018. ഞാൻ വന്നത് 2012. 12 വരുമ്പോ 5 രൂപ 4 രൂപ 5 രൂപ കണ്ടു ചായക്ക്. ഇൻഫ്ലേഷൻ. ഈ മാതിരി ഇൻഫ്ലേഷനോ? ഇപ്പൊ ബിരിയാണിക്കായാലും 250-300 രൂപ കുറച്ച് സാധനം കിട്ടൂല ബിരിയാണി. നമ്മൾ ആലോചിക്കും സെയിം ബിരിയാണി അല്ലേ കഴിച്ചോണ്ടിരിക്കണേ എല്ലായിടത്തും. ഇവിടെ അതൊക്കെ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ വില പൊങ്ങി നമ്മൾ ഉണ്ടാക്കുന്ന കാശ് ഇവിടെ തികയുന്നുണ്ടോ? ഇല്ല. എത്ര രൂപ? ഇപ്പൊ അമ്മ അവിടെ നിന്ന് ഓരോ കഥകൾ എല്ലാ ദിവസവും അമ്മ വിളിക്കുമ്പോ ഓരോ കഥകൾ പറഞ്ഞോണ്ടിരിക്കണല്ലോ. പിന്നെ ആ സാധനത്തിന് വില കൂടി, ഈ സാധനത്തിന് വില കൂടി, ഇതൊക്കെ എങ്ങനെ മേടിക്കും? അത് ഒരു വീട്ടിലേക്കൊന്ന് പലർക്ക്, ഞങ്ങളുടെ വീട് ഇപ്പൊ എറണാകുളത്ത് ആയതുകൊണ്ട് ഇപ്പൊ ചെറിയ ഗ്രോസറി മേടിക്കണം ലുലുവിലേക്കാ പോണേ. ഇവിടെ ചെന്ന് കഴിയുമ്പോ നമ്മള് അവന്റെ ഹൈപ്പർ മാർക്കറ്റ് ഒരു മോള് മിക്ക ദിവസം ഒരു വേപ്പല മേടിക്കാനാണെങ്കിൽ അവിടെ തന്നെ പോണേ. അപ്പൊ ആ സാധനം ഒരെണ്ണം മേടിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു 10-25 സാധനം ഉണ്ടാവും. അവിടെ കുറെ സാധനങ്ങൾ ഓഫറിലുണ്ട് നമ്മൾ ആകർഷിക്കാൻ വേണ്ടിട്ട്. നൈസായിട്ട് പറ്റിക്കും. നമ്മൾ കഴിഞ്ഞാണ് പോയത്. ആ ഒരു മറ്റേ കുറെ ഡിസൈനുള്ള ഡ്രസ് വാങ്ങിച്ച ഒരു ഡ്രസ് എടുക്കേണ്ടടുത്ത് എത്ര രൂപ? ആ കട മുഴുവൻ 1000 രൂപയെന്ന് പറയും. എന്നിട്ട് നമ്മള് പോയിട്ട് പക്ഷെ ഭയങ്കര ചീപ്പായിരുന്നു. അതെ, ഇവിടത്തെ വെച്ച് ഭയങ്കര ചീപ്പല്ലേ? അങ്ങനെ ഇവിടെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ എത്ര രൂപ കൊടുക്കണം? അതേസമയം അവിടുന്ന് വാങ്ങുന്നതാണ് എല്ലാം. ഞാനിപ്പോ ഇത്തവണ നാട്ടിൽ പോയപ്പം മറ്റേ ഷേവിംഗ് സെറ്റ് മറ്റേ കൊടുക്കാൻ വേണ്ടിട്ട് കൊടുക്കുന്ന സാധനം അത് നേരെ ലുലു പോയി നോക്കിയപ്പം 3-1 കാശുള്ള അവിടെ സെയിം സാധനം, ഗില്ലറ്റിന്റെ സെയിം സാധനം ഞാനും മേടിച്ചിട്ട് പോയത്. കഴിഞ്ഞ ഇവിടുത്തെ മേടിക്കും വേണ്ട $50-80 ആയിട്ട് ഇവിടെ കൊടുക്കണം. ഇത്രയും ബ്ലേഡിന് 5 ബ്ലേഡിന്റെ അല്ലേ, അപ്പൻ ഈ സാധനം ഉപയോഗിക്കുള്ളൂ. പുള്ളിക്ക് ഇതില്ലാണ്ട് പറ്റൂല. ഈ സാധനം മേടിച്ചു അവിടെ ചില പകുതി കാശുള്ളൂ. ഇവിടുന്ന് ഒരു സാധനം വാങ്ങിച്ചോണ്ട് പോരുന്ന ഞാൻ പറയുന്നത്. എല്ലാം അവിടെ കിട്ടും, എല്ലാ സാധനവും അവിടെ കിട്ടും. കുപ്പിയടക്കം മേടിച്ചിട്ട് പോകുന്നത് സത്യം. കുപ്പി നമ്മളിവിടെ ടാക്സ് ഇതെല്ലാം കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് മേടിച്ചിട്ട് പോകും. അത് ദുബായ് ചെന്നപ്പോ എന്ത് ചീപ്പായിരുന്നു. എവിടെയാണ് നമ്മൾ എയർപോർട്ട് വഴിയാണല്ലോ പോകുന്നത്. അവിടുന്ന് ഒരു 3-4 നാളാണ് മേടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പരിപാടി 3 നാളെ നമ്മൾ ആരെയും പ്രോത്സാഹിപ്പിക്കില്ല. 2 എണ്ണം കൊണ്ടുപോകാൻ പാടുള്ള ഒരാള്. അതെ, 2 ലിറ്റർ. അതിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല, ഉണ്ടായിരിക്കണോട്ടൊക്കെ രഹസ്യമായിട്ട് വെക്കണം. പിന്നെ ഇന്ന് അമ്മയുടെ ഞാൻ സംസാരിച്ചിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞ കുറെ കാര്യം ഇടക്കിടയ്ക്ക് പുള്ളിക്കാരത്തി ഇങ്ങനെ പറയും, രാത്രി ഇപ്പത് തൈരും മീൻകറിയും ഒന്നും കൂട്ടി കഴിക്കരുത് കേട്ടോ, അതൊക്കെ 2 ചേരാത്തൊരു ഭക്ഷണോ, ഇത് പ്രശ്നമെന്ന് പറയും. ഇത് ഇവിടെ ഇടക്കിടക്ക് കഴിക്കാറുണ്ട് ഈ സാധനമൊക്കെ. ഈ സാധനം അത് പറഞ്ഞപ്പോഴ ഈ നാട്ടിൽ ഇങ്ങനത്തെ കുറെ അന്ധവിശ്വാസങ്ങളുണ്ട് അല്ലേ?
പിന്നെ വേറെ ഒരു സാധനം ഞാൻ അമ്മ പറഞ്ഞത് ഇങ്ങനെ കടുകില്ലേ, കടുക് ഫ്ലോറിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലിടി ഉണ്ടാവുന്നു, തല്ലുണ്ടാവുന്നു വീടിനകത്ത്. എനിക്കറിയാമോ കടുക് തീർന്ന് ഞാൻ പെറുക്കെടുക്കൂന്നുള്ള ടെൻഷൻ. നീ പെറുക്കെടുക്കും, നീ അല്ലിട്ടു അതായിരിക്കും കേട്ടോ. അല്ലാതൊക്കെ എന്തിനാ പറയുന്നത്? അത് പറയാം, അതിനെ കൊണ്ട് ടച്ച് ചെയ്യാം. കുറേ സാധനങ്ങളുണ്ട് നാട്ടിൽ അന്ധവിശ്വാസങ്ങൾ. ഈ ചോറിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ചോറ് കഴിച്ചിട്ട് ലൈക്ക് പെട്ടെന്ന് കൈ കഴുകിയില്ലെങ്കിൽ കെട്ടാൻ താമസിക്കും. ഞങ്ങളുടെ അവിടെ കെട്ടാൻ താമസിക്കും പറയും. മറ്റേ ഇതും പറയും, മറ്റേ കടവും കൂടും പറയും. കടവില്ലേ, എന്താ കൈ ഉണങ്ങണതും കല്യാണം തമ്മിൽ എന്താ ബന്ധം? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൈ ഉണങ്ങിയില്ലെങ്കിൽ എനിക്കറിയാൻ പാടില്ല കേട്ടാ. ഞാൻ കൈ ഉണങ്ങാതെ എന്റെ കല്യാണം കറക്റ്റ് ടൈമിൽ സിനിമ ഫുഡ് കഴിച്ചാൽ അവിടെ ഇരിക്കും, അല്ലെങ്കിൽ വർത്താനം പറഞ്ഞ് ഫുഡ് കഴിക്കണേ അവിടെ ഇരിക്കും. 1/2 മണിക്കൂർ വേണ്ട. ഞാൻ ആദ്യം വെച്ച് കടം കൂടുന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ കൈ ഡ്രൈ ആയിക്കുമ്പോ കൊറേ വെള്ളം ഉപയോഗിച്ച് കൈ കഴുകണം. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി. ഇങ്ങനെയൊക്കെ വേറൊരു സാധനമുണ്ട്. പിന്നെ നമ്മളൊരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂലേ, എവിടെയെങ്കിലും പോവാൻ നേരത്ത് ഒരു കരിമ്പൂച്ചില്ലേ, കണ്ടമ്പൂച്ച വട്ടം ചാടി കഴിഞ്ഞാൽ പോരുന്നു പറയും. അതും പക്ഷെ അതൊക്കെ എന്തിനാന്ന് എനിക്ക് അറിയാൻ പാടില്ല. കരിമ്പൂച്ച അത് ആരാ ശ്രദ്ധിക്കണ? ഈ കരിമ്പൂച്ചാണോ? അപ്പൊ ഈ വെള്ളപ്പൂച്ച ആയി കഴിഞ്ഞാൽ പ്രശ്നമില്ലായിരിക്കും. ശരിയാണോ? പൂച്ച ചാടിയ പ്രശ്നമില്ല. കണ്ടമ്പൂച്ചയും മറ്റേ ഒരു പ്രേതമാണോ? പ്രേതം, ബ്ലാക്ക് മാജിക്, അതൊക്കെ ആണെങ്കിലോ? പ്രേതം ബ്ലാക്ക് മാജിക്കും രണ്ടാന്ന് തോന്നുന്നുണ്ടോ? അല്ല എന്നാലും ഒരേ വർഗമല്ല. എന്നാലും ഇത് ചാടിയത് ഒരു പൂച്ചയല്ലേ? ആ പൂച്ച കറുത്തായിട്ട് ജനിച്ചത്. പക്ഷെ അതേസമയം ഡിസ്ക്രിമിനേഷൻ ആണ് ഈ സാധനമൊക്കെ. അതേസമയം മറ്റേ ഒരു ഫ്രണ്ടില് മരിച്ച ഒരാള് അല്ലെങ്കിൽ ഒരു അതൊക്കെയാണ്. അല്ല, ഫോർ എക്സാമ്പിൾ നിങ്ങൾ സദാനന്ദന്റെ സമയം ആ സിനിമ കണ്ടാൽ മനസ്സിലാവും ആരെ പറ്റിയാ പറയുന്നത്. ആ പുള്ളിക്കാരത്തി, അതെ ആ പുള്ളിക്കാരത്തി. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു വിഷയമില്ല. എന്തൊക്കെയാണ് പറയുന്നത്? അതൊക്കെ നല്ല ചിഹ്നമാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിപ്പോ നമ്മള് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അത് ആരാണ് ഇതാന്ന് നമ്മളെങ്ങനെ അറിയാനാ? അത് ശരിയാ. പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ബാക്കിൽ നിന്ന് വിളിക്കും. ആ സാധനം ബാക്കിൽ നിന്ന് വിളിക്കാൻ പാടില്ല. നമ്മൾ ഇറങ്ങി പോവാണ് കീ എടുത്തില്ല, ഫോൺ എടുത്തില്ല, ബാക്കിൽ നിന്ന് വിളിക്കാണ്ട് പിന്നെ ഇതാണ് ഈ സാധനങ്ങളൊക്കെ പണ്ടത്തെ കാലത്തെ സെറ്റപ്പ് ആയിരിക്കും. പണ്ട് കാളവണ്ടിയിലൊക്കെയാണല്ലോ പോണേ. അപ്പൊ ഇപ്പൊ ബാക്കിൽ നിന്ന് വിളിക്കണ്ട, നമുക്ക് ഫ്രണ്ടിലേക്ക് തിരിച്ചു വണ്ടി കാള തിരിഞ്ഞു നോക്കിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരിക്കും. നമുക്കറിയില്ലല്ലോ. ഞങ്ങളെ ഹിസ്റ്ററി ഞങ്ങൾക്ക് വലിയ കാര്യം ഇട്ടറില്ല, പക്ഷെ ഇങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഉണ്ട്. പിന്നെ മറ്റേ ഒറ്റമൈന, പക്ഷെ അത് ഞാൻ ഇപ്പോഴും നോക്കുന്നേ. ലൈക്ക് മറ്റേ നമ്മുടെ ഈ പറമ്പിലൊക്കെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒറ്റ മൈനയുണ്ട്. ആ മൈന ഒരെണ്ണത്തിനെ മാത്രമായിട്ടാണ് കാണുന്നതെങ്കിൽ അന്നത്തെ ദിവസം പോകാന്ന് പറയും. അതേസമയം ലൈക്ക് 2 പേരുണ്ടെങ്കിൽ, അതായത് 2 മൈന ഉണ്ടെങ്കിൽ ഇന്ന് ലക്കി ദിവസം. 2 മൈന അടുത്തടുത്തിരിക്കണോ? അല്ലെങ്കിൽ മൈനാന്ന് അല്ലെന്ന് മറ്റേ കിളിയില്ലേ, ആ കിളി 2 മൈന 2 അടുപ്പിച്ചടുപ്പിച്ച് കണ്ടാ മതി. അത് ടൈം ഫ്രെയിം ഒക്കെ ഉണ്ടോ? ഞാൻ ഇപ്പോഴും സത്യമായിട്ടും അത് ആരോ പണ്ട് പറഞ്ഞു ഞാൻ ഇപ്പോഴും നോക്കാറുണ്ട്. അതായത് ഒരെണ്ണാണ് കാണുന്നതെങ്കിലുണ്ടല്ലോ, മറ്റേത് വരാനായിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഒരെണ്ണോട് വന്നിട്ട് ഇന്ന് ലക്കി ആക്കിയിട്ട് പോകാന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ പോവില്ല, അപ്പൊ നീ പുറത്തേക്ക് പോവില്ലേ? അത് കാണാണ്ട് ഇല്ല, എന്നാലും ഇങ്ങനെ അത് കാണാണ്ട് പോവാതെ അല്ലേ? ഇല്ല, എങ്ങനെ നമുക്ക് ലക്ക് എന്തിനാ വെറുതെ ലക്കളേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് ഇങ്ങനെ അവിടേക്ക് ഇങ്ങനെ ഈ സംഭവം ഈ ഇതല്ലാണ്ട് വേറെ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടോ? വേറെ ഇപ്പൊ ഞങ്ങളുടെ അവിടെ അന്ധവിശ്വാസങ്ങൾ കുറേ ഉണ്ട്. എല്ലാവർക്കും ഭ്രാന്താണ്. ഒരാവശ്യമില്ലെന്ന്. ഐ മീൻ എന്താ എക്സാമ്പിൾ ഇപ്പൊ പറയാ? ലൈക്ക് ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ലൈക്ക് ഓൺ ദ സ്പോട്ട് ജോത്സ്യനെ കാണാൻ പോകുന്ന ടീംസ് ലൈക്ക് എന്തൊക്കെ അവന്മാര് വിളിച്ചു പറയുന്നത്. ലൈക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ലൈക്ക് അവരുടെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരൻ അങ്ങ് പറയും. അതെല്ലാം കേട്ട് വിശ്വസിച്ച് തിരിച്ചു പോരും. അന്ന് വിശ്വാസം നമ്മളിപ്പോ ദൈവത്തിലും ഈ പള്ളിയച്ചന്മാർ ഇവരൊക്കെ വിശ്വാസം ചില ഉടായ്പ ടീമുകളുണ്ട് ഇതിനകത്ത്. പിന്നെ ചിലതോ ഇഷ്ടംപോലുണ്ട്. ഇവരാണെങ്കിൽ ഇടയ്ക്ക് ചിലപ്പോൾ ഇവര് പറയും എനിക്ക് അങ്ങനെയൊക്കെ അറിയാം, ചിലപ്പോൾ കണ്ണക്കടച്ചത് ഇങ്ങനെയൊക്കെ കാണിക്കും. കണ്ടോ ഞാൻ കാണുന്നത് ഇങ്ങനെ അവൻ ചെയ്ത് കഴിഞ്ഞ് ഇവന് 30ാമത്തെ വയസ്സിൽ അവന് കല്യാണം കഴിക്കാൻ പറ്റും. 40 വയസ്സ് അവൻ എപ്പോഴും കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല. ഇതാണ് അവസ്ഥ. അങ്ങനെ എത്ര പേരിരിക്കണം. പക്ഷെ സയൻസ് ഉണ്ട് കേട്ടോ അതിനകത്ത്. ലൈക്ക് ആൾക്കാരുണ്ട്.
ഇപ്പൊ പക്ഷേ ഇവര് സയൻസിനെ ഒരു പുതിയ AI ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചാണ് ചിലപ്പോ ChatGPT അടിച്ചു Can you get married at 30 years old എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കൊടുക്കണവരുണ്ടാവും, പറയാൻ പറ്റൊന്നുമില്ല. പിന്നെ നാട്ടില് വേറൊരു സാധനം അറിയാമോ, ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ സംസാരിച്ച് നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴാ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഗോണി കിടക്കാണ്. ഗോണി ഇങ്ങനെ കിടക്കാണ്. ഗോണി എന്ന് പറഞ്ഞാൽ ലാഡർ. ഗോണി നിങ്ങളുടെ അവിടെ അക്ഷരനഗരി പറയണേ ഗോവണി അല്ല അക്ഷരനഗരിയില് ഞാൻ കൊറേ അക്ഷരനഗരിയിലെന്താ ഗോണി അല്ലത് ഗോവണി ഏണി. പ്രേക്ഷകരുടെ ഇടയ്ക്കിടയ്ക്ക് കറക്റ്റ് ചെയ്ത് തന്നിട്ട് നമുക്ക് ഗോണി ഏണി ലാഡർ എന്തെങ്കിലും ആവട്ടെ ഈ സാധനം ഞാൻ ഇതിന്റെ വട്ടം ഇങ്ങനെയാണ് നടക്കാൻ പാടില്ല. വട്ടം നടന്നു കഴിഞ്ഞാൽ അപകടം വരും എന്ന് പറയണേ. അത് ചിലപ്പോ നേരെ വെച്ചിരിക്കുമ്പോ മേളിൽ ആരെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നേരെ താഴെ കിടക്കുന്ന സാധനത്തിന് ഞാനിപ്പോ അതിങ്ങനെ പറഞ്ഞ് മാറിയതായിരിക്കും ഇത്. ഇല്ല വട്ടം ഇപ്പൊ കയറ്റി വെച്ചാൽ ഞാൻ വട്ടം പറയുന്നത്. അത് പറച്ചിലിന്റെ വലിയ വ്യത്യാസം. ഇതൊക്കെ പണ്ട് കാലത്തുള്ളവര് ലൈക്ക് എന്തെങ്കിലും ഒക്കെ ഒരു കാരണം വെച്ചിട്ട് പറയുന്നതായിരിക്കും. അത് പറഞ്ഞ് അതങ്ങ് പറഞ്ഞ പുള്ളി എടുത്ത് ഞാൻ ചോദിച്ചു, ഗോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരടി നീളമല്ലല്ലോ, ഒരു വലിയൊരു ഗോണിയാ. അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ നടന്നോളൂ, ഞാൻ വീടിന്റെ മതിലിന്റെ അപ്പുറത്തേക്ക് ഇറങ്ങി നടന്നു പോണോ? പുള്ളി പറഞ്ഞു അതൊക്കെ ഒരു ഇതാണ്, അതൊക്കെ ഒരു വിശ്വാസമാണെന്ന്, അതൊക്കെ അങ്ങനെ പാലിക്കണം. ഇനി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ? ഞാൻ പറയും ഇതൊക്കെ പറ്റിയിട്ടുണ്ടോ അറിയില്ല, പക്ഷെ ആ വിശ്വാസം നമ്മളെപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. ഇത് ഇങ്ങനെ അന്ധമായിട്ടുള്ള വിശ്വാസം. അന്ധമാണ്. ചിലവര് വിശ്വസിക്കും, ചിലവര് വിശ്വസിക്കില്ല. പിന്നെ കാക്കനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം. ഒറ്റ കാക്കനെ കണ്ട പ്രശ്നമാണോ? ഒറ്റയ്ക്ക് അവിടെ വെച്ചെന്തെന്ന് പറയണ പ്രയത്തിന്റെ സെറ്റപ്പ് ആണോ? ഈ കാക്കയുടെ കാര്യം മറ്റേ രാവിലെ ഈ സാധനം മറ്റേ എന്ന് പറഞ്ഞ് മറ്റേ വിരുന്ന് വിളിക്കും. ആ ഒരു സാധനം കേട്ടിട്ടുണ്ട്. ആ വിരുന്നുകാരി ഒരു ഒരു പ്രത്യേകതര സൗണ്ടാന്നാ പറയുന്നത്. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല, പക്ഷെ പ്രത്യേകതര അമ്മയൊക്കെ പറയും കറക്റ്റായിട്ട് വിരുന്ന് വിളിക്കുന്നുണ്ട്, ആ സൗണ്ടാ വെച്ചേക്കുന്നത്. അന്ന് വിരുന്നുകാർ വരും. ആണോ? ഇതെങ്ങനെ മനസ്സിലാവുന്നത്? അതെനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഞാൻ നാട്ടിലേക്ക് കുറെ കാക്കളുണ്ടല്ലോ ഇങ്ങനെ ഇരുന്ന് വെച്ചുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഈ പറയാം, എനിക്കറിയില്ല കേട്ടോ, ചിലപ്പോ ഉണ്ടാവുമായിരിക്കും. ഇവർക്ക് നാട്ടിലത്തെ ആൾക്ക് പ്രത്യേക കഴിവുകളുണ്ട്. ഇപ്പൊ അപ്പുറത്തെ ചേച്ചി എന്താ പറയണെന്ന് ഇവർക്ക് കേൾക്കാനുള്ള ടെക്നോളജി ഉണ്ട് ഇവരുടെ. കറക്റ്റായിട്ട് ഇവർക്ക് അറിയാൻ പറ്റും. വീട്ടിലിരുന്ന് അകത്തിരുന്ന് ചിലപ്പോ ഫോണിൽ ചിലപ്പോ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടാവും, എന്നാലും കേൾക്കാൻ പറ്റും ഇവർക്ക്, അല്ലേ? നമ്മുടെ വിളിക്കുമ്പോ കേൾക്കാറുണ്ട്. ഇതിപ്പോ നമ്മുടെ ഇപ്പൊ അപ്പുറത്തെ ആന്റിമാരായാലും ചിലപ്പോ എക്സൈറ്റ്മെന്റ് വീട്ടിലേക്ക് കൂടി വരും. എന്റെ അടുത്തൊരു ടീ ഉണ്ട്. ടീ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് എന്താ ടീ എന്ന് പറഞ്ഞ സാധനം അറിയാമോ? ഇല്ല. ടീ എന്ന് പറയുമ്പോ നമ്മളിപ്പോ ഒരു എന്തുട്ടാ പറയണേനെ മലയാളത്തില് ഒരു കുശലം പറയാൻ വരൂലേ? കുശലം അല്ല, നമ്മളിപ്പോ ഒരാളെ പറ്റി പരദൂഷണം, ആ സാധനം. അക്ഷരനഗരി, അതെ ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോ മലയാളത്തിൽ പറഞ്ഞത് ആ സാധനം പറയണേ ടീ എന്ന് പറയണേ. ഇത് പറയാൻ വേണ്ടി വരും എന്തെങ്കിലും. നമ്മുടെ നാട്ടിലെ ആളുകളുടെ എക്സൈറ്റ്മെന്റ് അതാ. കാരണം അപ്പുറത്തെ വീട്ടിലെ കാര്യം അറിയട്ടെ. വീട്ടില് പ്രശ്നമൊന്നും, വീട്ടിലൊരു ഇപ്പൊ ഞാൻ ഫുഡ് കഴിച്ചാന്ന് പോലെ അറിയേണ്ട ആവശ്യമുണ്ടല്ലോ ചിലവർക്ക്. അപ്പൊ നേരെ അപ്പുറത്തെ വീട്ടില് അവിടെ മീൻകറിയാന്ന് തോന്നുന്നുണ്ടെന്ന് ഈ സെറ്റപ്പുകളല്ലേ ആണ് അതാണ്. പക്ഷെ അതൊക്കെ ഒരു രസമുള്ള ഒരു സംഭവം നാട്ടിലെല്ലാരും ലൈഫ് പോകുന്നതേ. ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. ലൈക്ക് ഇവിടെ അപ്പുറത്ത് ലൈക്ക് എന്റെ ഫ്ലാറ്റിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആരാന്ന് എനിക്കറിയാൻ പാടില്ല. പ്രശ്നം ഇപ്പൊ ഈ വീടിന്റെ തൊട്ടപ്പുറത്ത് അറിയാൻ പാടില്ല. അങ്ങനല്ല അവിടുത്തെ ആൾക്കാരൊക്കെ ഇല്ല, എനിക്കറിയില്ല. അതാ പറഞ്ഞത്. നമുക്ക് അപ്പുറത്തെ ആൾക്കാരെ നമ്മൾ പോയി കാണുക, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഇടപെടുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷെ അതേസമയം അപ്പുറത്ത് അങ്ങനെയല്ല. അതെ, അപ്പാർട്ട്മെന്റ് ഞാൻ നിന്ന അപ്പാർട്ട്മെന്റ് 7 വർഷം നിന്ന് വരാൻ നേരത്താണ് ഞാൻ അവരെ കാണുന്നത്, വർത്താനം പറയണത്. അയ്യോ കണ്ടോ? ലാസ്റ്റ് വരാൻ നേരത്തെ ഞാൻ സാധനങ്ങൾ പുറത്തേക്ക് ഇറക്കണില്ലല്ലോ. നമ്മള് നേരെ പുറത്തുനിന്ന് ഓടി അത് കയറും, ഇറങ്ങിപ്പോവും. പുറത്തിറങ്ങി നടക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ. നേരെ പുറത്തിറങ്ങുമ്പോ ആർ യു ഗൈസ് ലീവിങ്? അയ്യോ യെസ്. എത്ര വർഷം? 7 വർഷം. 7 വർഷം 7 വർഷം അവിടെ താമസിച്ചില്ലേ? ഡൗൺ ടൗണിൽ തന്നെയായിരുന്നു അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ്, ഇതെല്ലാം സെറ്റപ്പ് ലൈക്ക് മഞ്ഞും കൊള്ളണ്ട, അടിപൊളിയാണ്. ജനല് തുറന്നാ നേരെ പാലം. അപ്പൊ ഇവിടെ ഇപ്പൊ എന്തുണ്ട്, ഇവിടെയാണ് ഇങ്ങനെ കുത്തി അതാണ് എനിക്ക് നാടിനെ പറ്റി ആലോചിക്കുമ്പോ ഭയങ്കര വിഷമം. നാട്ടിൽ നിന്ന് വന്ന് ഇറങ്ങി ഈ സ്നോയിലേക്ക് വന്നിറങ്ങിയത്. എനിക്ക് മനസ്സിലാവും. ഈ സാധനം നീ ഒന്ന് വണ്ടി എടുത്തിട്ട് പോയി, അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി ഇറക്കണേ, ഇനി ഇതൊക്കെ മാറ്റണമല്ലോ. ഇതാണ് ഐസ് പിടിച്ചിരിക്കുന്നു. എന്ത് കട്ടിക്കാ കിടന്നേ. അതെ, അതൊക്കെ ആലോചിക്കുമ്പോഴാണ്. ആ ചൂടത്ത് കിടന്നാലും കുഴപ്പമില്ല നാട്ടില്. 34-35 ചൂടാ.
അതെ അതൊരു ഭേദം മഞ്ഞാന്നാ ഞാൻ പറയത്തുള്ളൂ. അത് ശരിയാണ്. എന്തൊരു ചൂടാ. അത് ശരിയാണ്. ഇതില്ലേ ഞാൻ ഇപ്രാവശ്യം ഇവന് ഇപ്പൊ അടുത്തടുത്ത് എപ്പോഴും നാട്ടിൽ പോകണ്ടല്ലോ. ഇതിനു മുമ്പ് നാട്ടിലെ ലാസ്റ്റ് കുറെ ഗ്യാപ്പ് ഇട്ട് പോയില്ലേ? ഗ്യാപ്പ് ഇട്ട് പോയപ്പോ എന്തെങ്കിലും വ്യത്യാസം തോന്നിയാ? അത് തോന്നി. എനിക്ക് ഏറ്റവും ഡീപ്പായിട്ട് എനിക്ക് കണക്ട് ചെയ്തതെന്ന് പറഞ്ഞാല്, ഞാൻ വീട്ടിൽ തിരിച്ച് ഒരു 4.5 കൊല്ലോ 5 കൊല്ലോ ആ റേഞ്ചിലെങ്ങാണ്ടാണ് ഫസ്റ്റ് ടൈം ലൈക്ക് പോയിട്ട് തിരിച്ചു പോകുന്നത്. ആട് മൊത്തത്തിൽ മാറി, അത് വേറെ കാര്യം. എല്ലാരും ലൈക്ക് ഐ മീൻ ലൈക്ക് അവിടെ കണ്ട ബിൽഡിങ്സ് ഒന്നും ഇല്ല, ലൈക്ക് പുതിയ പുതിയ ബിൽഡിങ്സ് വന്ന് ഇച്ചിരി കൂടെ ഡെവലപ്ഡായി. ലുലു പറയല്ലേ. പക്ഷെ ഇപ്പൊ വന്നുള്ളത് അവിടെ കൊച്ചിയിലെ കാര്യം പറയണേ. എന്റെ അവിടുത്തെ പറ കേക്കട്ടെ. കൊച്ചി ഞാൻ പോണത് ഫസ്റ്റ് ഞാൻ നാട്ടില് ഫസ്റ്റ് 2012 വന്നിട്ട് 2015 പോയി. ഞാൻ 2015 പോയി. 15 പോയി. ഞാൻ 2 മാസം നിന്ന്. അത് നാട്ടിൽ പോണത് $2000 കൊണ്ടാ കയ്യില് 2000 പോകുമെന്ന് വെച്ചിരുമ്പോ അത് പോകുമ്പോ ഒരാഴ്ച 1 മാസം കഴിഞ്ഞില്ലേ, 2ാമത്തെ ദിവസം കയ്യിൽ കാശില്ല. 1 രൂപ എന്ന് പറഞ്ഞ 1 രൂപയില്ല. പിന്നെ അമ്മയടുത്ത് ഇതേ ഈ കഥ പറഞ്ഞപ്പോ നമ്മുടെ കൂട്ടുകാരൻ നാട്ടിൽ പോയായിരുന്നു. അവൻ എന്നിട്ട് കോവിഡിന്റെ ടൈമിലാ പോയെ. അവൻ സ്റ്റക്കായി പോയി നാട്ടില്. അവന് 8 മാസം നാട്ടിലേക്ക് വേണ്ടി വന്നു. എന്നെ പറ്റിയ സ്റ്റക്കായ കോവിഡിലെ ബസ് വണ്ടി ഉണ്ടായില്ല. ചെറുക്കനാണ്. ആദ്യത്തെ ചെല്ലുമ്പോ കുറച്ചാൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ലാസ്റ്റ് ആയപ്പോ ഞാൻ പറഞ്ഞേ മറ്റേ മുളക് വറുത്തതും കഞ്ഞിയൊക്കെ. അതാ ഞാൻ പറഞ്ഞ ആ ഒരു തുടക്കം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കഞ്ഞി പറ. പിന്നെ കുറച്ചാൾ കഴിയുമ്പോ നാട്ടുകാരും വീട്ടുകാരും എടാ എന്ന് പോകാൻ പറ്റും നിനക്ക്, റിട്ടേൺ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് അവിടെ കിടക്കൊണ്ട് എന്ന് കയറി പോരാ. പക്ഷെ അന്ന് വരെ നമുക്ക് ഇത് കേടുന്നു എന്തോ പോയതിന് എനിക്കത് പറ്റിയില്ല. 2 മാസത്തിന് ഇങ്ങോട്ട് കയറിപ്പോന്ന്. പിന്നെ അന്ന് എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. കാര്യം 3 വർഷത്തിലല്ലേ. നേരെ അത് കഴിഞ്ഞ് പോണത് 7 വർഷം കഴിഞ്ഞിട്ടാ. 2015 കഴിഞ്ഞിട്ട് 2022 പോണത്. 2022 അല്ല 2023 ജാനുവരിയില് എന്റെ കല്യാണത്തിന്റെ അതിന് മുമ്പുള്ള ജാനുവരി പോണത്. അന്ന് അവിടെ ചെല്ലുമ്പോ ഇതെന്ത് നാടിത്. ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴേ റോഡ് വരെയും തിളങ്ങണ്. അല്ലെന്ന് വെച്ചാൽ റോഡ് അടിപൊളി പണിയാണെന്ന്. ഇപ്പൊ ഉടായിപ്പാണെങ്കിലും ഒരു പണി പിടിച്ചു നാട്ടില്. പണ്ടത്തെ PWD പണിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും ഒരെണ്ണം പണത് ഒരാഴ്ച ഇടിഞ്ഞു അത് പോവും. ആ റോഡ് പോവും. അത് അവരെ പണത് ഓൺ ദ സ്പോട്ട് അപ്പുറത്ത് മറ്റേ വെള്ളം കുഴിക്കാൻ പറ്റത്തില്ല. അത് ശരിയാണ് അവരാ പണി. പക്ഷെ ഇപ്പൊ അവരെന്തോ എന്തൊക്കെയാണ് ഇങ്ങനെ പെയിന്റ് അടിക്കണ്ടെന്ന് തോന്നുന്നു. നല്ല തിളങ്ങിയിരിക്കണേ റിഫ്ലക്ടർ സംഭവങ്ങളൊക്കെ വെച്ചിട്ട്. ചെറിയൊരു റോഡായാലും നല്ലോണം പണിയുണ്ട്. ഇവിടെ പോലും അതേപോലത്തെ റോഡില്ല നാട്ടില്. അത് തന്നെ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ കണ്ടതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞുമ്പോ ഈ ബിൽഡിങ്ങള് അമ്പരചുംബികളായ ബിൽഡിങ്ങള് ഭയങ്കരമായിട്ട് അമ്പരചുംബികളുണ്ട്, കുറെ ഉണ്ട്. അതെ, പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയ കുഞ്ഞു 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 വീടുകളുള്ള സ്ഥലങ്ങള് വീടുകളൊന്നും ഇല്ല, എല്ലാം പൊളിച്ചു തുടങ്ങി. പിന്നെ കണ്ട സാധനം മെട്രോ. മെട്രോ കണ്ടിട്ടില്ലായിരുന്നു, നാട്ടിലില്ലായിരുന്നു സമയത്ത്. ആ സമയത്ത് ഇല്ലല്ലേ? മെട്രോ ഇല്ല. ഞാൻ പോകുമ്പോ അത് ആ ടൈമില് മെട്രോ ഇല്ല. മെട്രോന്റെ പണി അവർ നടക്കണുള്ളൂ അവിടെ. ഞാൻ +2 കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഒക്കെ പണി നടപ്പുണ്ട്. പിന്നെ ഞാൻ ഇതുവരെ അത് വേറെ കോമഡി മെട്രോ ഇതുവരെ ഞാൻ മെട്രോയിൽ കയറിയിട്ടില്ല. ഇല്ലേ? എത്ര തവണ പോയിട്ടുണ്ട്? 1, 2, 3, 4 വട്ടം, 5 വട്ടം. 5 വട്ടം. എത്ര കൊല്ലാന്ന് പറഞ്ഞ ഇപ്പൊ നമ്മളാണ് അടി എടുപ്പിച്ചു പോകണ്ടല്ലോ ഇപ്പൊ. പക്ഷെ അന്ന് നമുക്ക് ആ മെട്രോ ഈ സാധനമൊക്കെ ഞാൻ ഇത് എന്ത് പണ്ടാറുള്ളത്, ഇതാണ് മെട്രോ. അന്ന് പണിതുകൊണ്ടിരുന്ന ആ സാധനം. ഇവിടെ മെട്രോയോ? ഇവിടെ ട്രെയിൻ പോലും ഇല്ല. ഇവിടെ ഒരു സാധനം ഇല്ല. ഇവിടെ ട്രെയിൻ ഞാൻ ഇതുവരെ കയറിയില്ല. ഇവിടെ ട്രെയിൻ ഉണ്ടല്ലോ. ഞാൻ അത് ഭയങ്കര എക്സൈറ്റിംഗ് ഉണ്ടോ? അത് പറയാതിരിക്കണല്ലോ. ഞാൻ ഫ്ലൈറ്റ് നോക്കിക്കോളാം. പിന്നെ നമ്മളെ നാട്ടിൽ ചെല്ലുമ്പോ ആളുകളെയോ ഡ്രസ്സിങ് സ്റ്റൈല്. ഞാൻ ആദ്യം വിചാരിച്ച് കാനഡയിൽ ആദ്യം വരുമ്പോണ്ടല്ലോ നമ്മളെ നാട്ടിൽ നിന്നാണല്ലോ. നാളെ വരുമ്പോ ഇപ്പൊ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല കേട്ടോ. കാര്യം ഇപ്പൊ പെണ്ണുങ്ങളായാലും ഇപ്പൊ ആണുങ്ങളായാലും ഇപ്പൊ കൂടുതൽ ഇപ്പൊ ആണുങ്ങൾ കുറെ പേര് മുണ്ടും സാധാ ഒരു ഷർട്ട് സംഭവങ്ങളൊക്കെ ഇടും. ഇപ്പൊ പെണ്ണുങ്ങളായാലും ചുരിദാർ, സാരി, ഈ സെറ്റപ്പാർന്ന് വരുമ്പോ ഇപ്പൊ അങ്ങോട്ട് സാധനം ഇല്ല. ഇപ്പൊ
കൊച്ചി സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ ഇപ്പൊ എല്ലാരും കംഫർട്ടബിൾ ഇവിടെ ഒരു ചൂട് സമയത്ത് ഷോർട്സ്, പാണുങ്ങളായാലും ഇതേപോലെ ഷോർട്സും ഒരു നല്ല കളർഫുൾ പ്രിന്റുള്ള ഷർട്ട്. ഭയങ്കര ഫ്രീക്കന്മാര് നാട്ടിൽ. പണ്ട് നാട്ടിൽ ഇപ്പൊ ഒരു 8-10 ഫ്രീക്കന്മാരുണ്ടാവും. പണ്ട് ഒരു സ്റ്റൈലായിരുന്നല്ലോ പണ്ട്. അജ്മൽ ഖാൻ എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു, പണ്ടത്തെ ഫ്രീക്കനാ. പിന്നെ കുറെ പോപ്പിൻസ് ഉണ്ട്. അതാണ് കുറെ ടീമുകളുണ്ട്. പോപ്പിൻസ് നമ്മുടെ എല്ലാരെയും ഫേസ്ബുക്കിൽ പിന്നെ അത് പിന്നെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എല്ലാരും ഫ്രീക്കന്മാരാ. എല്ലാം അടിപൊളി ബ്രാൻഡഡ് ഡ്രസ് നല്ല നല്ല. പക്ഷെ എല്ലാരും കാണാൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാട്ടോ എല്ലാം. ആ നാട്ടിലാണെങ്കിൽ ആണുങ്ങൾ ഞാൻ ഇവരൊക്കെ എന്ത് സ്റ്റൈൽ ഇവിടെ. ഇപ്പൊ ഡ്രസ്സിന്റെ കടകളിൽ പോയാൽ നിറച്ചും കടകളല്ലേ. ഇവിടെ നമുക്ക് ആകെയുള്ള ഒരു 4-5 ഓപ്ഷൻ ഉണ്ട്. ഓൾഡ് നേവി, H&M തീർന്നു. അവിടെ ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അപ്പൊ അതൊക്കെ കൊണ്ടാണ് നാട് എന്നുള്ള വ്യത്യാസം, പിന്നെ പ്രൈസ് വ്യത്യാസവും. കാര്യം നാട്ടിൽ ഇപ്പൊ നമുക്ക് ബ്രാൻഡ് ഇപ്പൊ 10,000 രൂപയുടെ ഷർട്ടും മേടിക്കാം, 500 രൂപയുടെ ഷർട്ടും മേടിക്കാം, 500 രൂപ നല്ല അടിപൊളി ഷർട്ടും മേടിക്കാം. ക്വാളിറ്റി വ്യത്യാസം. പറഞ്ഞത് മറ്റേ ആ കിടിലം കുറെ ഡ്രസ്സ് ലുലുന്ന് വാങ്ങിച്ചേ, അതിനൊക്കെ എത്രയായി? 600 രൂപ 700 രൂപ. അങ്ങനത്തെ ഷർട്ടൊന്നും ഇവിടെ കിട്ടൂല. ഇവിടെ അങ്ങനത്തെ ക്വാളിറ്റി കിട്ടൂല. ഇവിടുത്തെ H&M ഒരു 10 രൂപയുടെ ഷർട്ട് മേടിച്ചോ 2 ലക്ക് പരിപാടി. അതിനു വേണ്ടിയാ മേടിക്കണത്, വെറുതെ ഉള്ളിലിടാനൊക്കെ ആയിട്ട്. അതിലും കൂടുതലൊന്നും ഇവിടുത്തെ സാധനമില്ല. പിന്നെ ഡ്രസ്സിങ് സ്റ്റൈലിനൊപ്പം തന്നെ ആളുകളുടെ ഇപ്പൊ വീടുകൾ പണിയുന്നതായാലും പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ആളുകളുടെ വീടിന്റെ മോഡലുകൾ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ കുറെ വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള വീടുകളാണ് കുറെ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പോലത്തെ ഇവിടത്തെ പോലത്തെ വീടുകൾ കുറെ പണിയുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മറ്റേ ഈ ഇടുക്കി റേഞ്ചിൽ, തൊടുപുഴ റേഞ്ചിലും വീടുണ്ട്. എന്ത് മുട്ടം വീടാ അത് കണ്ട. കറക്റ്റ് വല്ലോ മറ്റേ അയർലൻഡോ ഇംഗ്ലണ്ടോ ആ റേഞ്ചിലെ സെറ്റപ്പിലെ വീട്. വലിയ വീടുകൾ എല്ലാരും പണിയാ, ചെറിയ വീടുകളൊന്നുമില്ല. എല്ലാരെങ്കിലും കാശുവാ. പിന്നെ വേറൊരു സാധനം നോട്ടീസ് ചെയ്യുന്ന അറിയോ, കാറുകള്. പണ്ട് പോണ ടൈമിൽ തൊട്ടാണ് ഏറ്റവും കൂടി കഴിഞ്ഞ ഇപ്പൊ മാരുതിയുടെ കുറെ 800 അല്ല അതിലും കൂടുതൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊരു എനിക്ക് ആ ടൈമിൽ ഞങ്ങളൊരു സ്വിഫ്റ്റാ, മാരുതി സ്വിഫ്റ്റ്. പക്ഷെ ആ ടൈമിൽ എല്ലാരും കുറെ മാരുതിയുടെ കാറുകളാ കൂടുതൽ. ഇപ്പൊ നാട്ടിൽ പോകുമ്പോ അതെ ഇപ്പൊ അല്ലെ ഹുണ്ടായി ആ ടൈമിൽ കേറി വന്നിട്ടുണ്ടായിരുന്നു പതുക്കെ. ഇപ്പൊ നാട്ടില് കിയ ഉണ്ട്, ഹുണ്ടായി MG ഹെക്ടർ ഉണ്ട്, സാധാ ടാറ്റ കുറെ കേറി വന്നു. പണ്ട് ടാറ്റ നാനോ വരെ വരുള്ളൂ, അല്ലെങ്കിൽ ടാറ്റയുടെ ഇൻഡിക്ക അല്ലെങ്കിൽ ഇൻഡിഗോ ഒക്കെ എന്തിയല്ലേ അതൊക്കെ ആ സാധനം ഒരിടക്ക് ട്രെൻഡ് ആയിരുന്നല്ലോ. നമ്മളെ മറ്റേ നാനോ അരകല ഉണ്ടായിരുന്നറിയോ ലാസ്റ്റ് ഞാൻ കാണുന്നത് നമ്മുടെ തൊപ്പി. തൊപ്പിയെടുത്തുണ്ടായിരുന്നു നാനോ കിട്ടില്ല, എല്ലാം ഭയങ്കര ഫേമസ് ആയ നാനോ. അടിപൊളി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പക്ഷെ ഇപ്പൊ ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത് മെഴ്സിഡീസ് ബെൻസ്, BMW, പോർഷ്, റോൾസ് റോയ്സ്. ഈ സാധനങ്ങളൊക്കെ നാട്ടിൽ ഇവിടെ പോലും കാണില്ല അത്രയും വണ്ടികൾ. ഞാനപ്പോ ആലോചിക്കും ഇവരൊക്കെ എന്ത് പഠിക്കാൻ നാട്ടിൽ പോണേ. അണ്ട് ഇവര് പണി ഇവര് എല്ലാരും ബിസിനസ് എന്നാ പറയണേ. ഇതൊക്കെ വെറുതെ റൂട്ടിൽ കൂടി പോവേ. കൊച്ചിയിലല്ലേ? കൊച്ചിയിലാണ്. അല്ല കോട്ടയത്തിനെ വിട്ടേ കാര്യം എന്ന് വെച്ചാൽ കോട്ടയത്ത് ആളില്ല. ഇവരൊക്കെ ആ മെഴ്സിഡീസ് ബെൻസ് കൊച്ചി അവർക്ക് പൂത്ത കാശാണ്. കോട്ടയംകാര് കൊള്ളാം. എനിക്കുള്ളൂ കാര്യം കോട്ടയത്തെ ആളുകൾ എന്ന് വെച്ചാൽ കാശ് മൊത്തം വേറെ രാജ്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേക്കണേ. കൊച്ചിക്കാർ മൊത്തം കൊച്ചിയിലിടണേ. കൊച്ചിയിൽ എവിടെ ഇടുന്നു? കൊച്ചി വലിയ വലിയ ആജാനുബാഹുക്കളായ ചുംബികളായ കെട്ടിടങ്ങളിലേക്കാണോ? ആയിരിക്കണം. ഫ്ലാറ്റുകൾ ഇപ്പൊ അവിടെ ചെല്ലുമ്പോൾ മൊത്തം ഫ്ലാറ്റുകൾ പണിതുകൊണ്ടിരിക്കുക. ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിന് ഒരു 50 മണി ഉണ്ട് തോന്നുന്നടാ. അപ്പൊ ആ സ്ഥലമൊക്കെ വെച്ച് നോക്കും. നമ്മള് നിങ്ങളുടെ അവിടെ ഡെവലപ്പ് ആവണില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞങ്ങളുടെ അവിടെ കുറച്ചുകൂടി ഫാസ്റ്റാണ്. ഇവനവിടെ മെട്രോ തന്നെ ഇവര് എയർപോർട്ട് വരെ ആക്കിയാണ്. എയർപോർട്ട് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതും കൂടി ആക്കി കഴിഞ്ഞാൽ കിട്ടില്ലായിരിക്കും. പിന്നെ എനിക്ക് വീട്ടിൽ പോകണമെങ്കിൽ പെട്രോളിൽ കയറി പോയാൽ മതി. നേരെ ഒന്ന് ഇറങ്ങാം. വീട്ടിൽ ഇനി അടുത്ത പ്രാവശ്യം നിങ്ങളുടെ വീടിന്റെ വാതിക്കലുണ്ടോ മെട്രോ? ലുലുവിന്റെ അവിടെ ഇറങ്ങിയാൽ മതി അല്ലേ? ലുലു ഇല്ല, കളമശ്ശേരി വീട്ടിൽ നടന്നൊരു 8 മിനിറ്റ് അങ്ങോട്ടുള്ളൂ പെട്ടെന്ന്. അപ്പൊ അവിടെ ആയാലും ഞങ്ങളുടെ അവിടെ ആയാലും ഇപ്പൊ ഈ അത് പറയുമ്പോ റെസ്റ്റോറന്റുകള് പണ്ട് നാട്ടിൽ പോകുമ്പോ നാട്ടിൽ കഴിക്കണം തൊട്ടാ. ഞാൻ നാട്ടിൽ പോകുമ്പോഴേ ട്രെൻഡ് എന്തിട്ടാണ് കുഴിമന്തി. നിങ്ങൾ എന്തിട്ടായിരുന്നു? 4 കൊല്ലം കഴിഞ്ഞ് പോയപ്പോ 3 കൊല്ലം കഴിഞ്ഞ് പോയപ്പോ ആ കുഴിമന്തി ആയിരുന്നു. ഞങ്ങള് കോട്ടയംകാര്, ഞങ്ങക്ക് മറ്റേ ആകെയുള്ള ബാർബിക്യൂ, പിന്നെ കുറച്ച് തട്ടുകട, ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ സാധനങ്ങൾ. ഞാനല്ല കോട്ടയത്തിനെ പറ്റി പറഞ്ഞത്. ഇവൻ തന്നെയാണ് സ്വന്തം നാടിനെ പറ്റി നമുക്ക് എന്തുള്ളും പറയാം. അത് പറയാം. ഞങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞത്. അതെ. അല്ലെങ്കിൽ ഭയങ്കര സ്ലോ ആണ്, ലൈക്ക് കുറച്ചും കൂടെ ഒന്ന് ഫാസ്റ്റർ ആക്കണം. തിരിച്ചു പോകേണ്ടി വരും എന്നാലേ നടക്കുള്ളതൊക്കെ. ഇവിടെ ഈ പുറത്തെ രാജ്യങ്ങളിൽ കിടക്കുന്ന എല്ലാ കോട്ടയംകാരും തിരിച്ചു പോകേണ്ടി വരും.
എന്നാലും നടക്കുള്ളൂ. അല്ലാണ്ട് ഇവർ ഈ വലിയ വലിയ കടകൾ പണിതിട്ട് 6 മണി കടയിൽ പോകാൻ ഇല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഞങ്ങൾക്ക് ആകെ ഉള്ളൊരു മോളുണ്ടായിരുന്നു ഈ ലുലു വരുന്നതിന് മുന്നേ, ജോയ് മാൾ എന്ന് പറഞ്ഞൊരു മോളുണ്ടായിരുന്നു. അതിനകത്ത് അവരുടെ മറ്റേ ജോയിയുടെ ആ ഒരു കട മാത്രമേ ഉള്ളൂ, വേറെ അത് മാളാണോ? അത് മോളായിരുന്നു തുടക്കത്തിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോഴത്തേക്ക് ഞാൻ കയറി നോക്കിയായിരുന്നു, എല്ലാ ഫ്ലോറും ചുമ്മാ നടക്കുക, അടച്ചു കിടക്കുക. എനിക്കറിയാൻ പാടില്ല അവര് ഇതെങ്ങനെ കൊണ്ടു നടക്കുന്നത്. ഇതിന് റെന്റൊക്കെ അടയ്ക്കണം, അത് സ്വന്തം കടയായിരിക്കും അല്ലേ? സ്വന്തം കടയായിരിക്കും, സ്വന്തം ബിൽഡിംഗ് അല്ലേ, കാശൊക്കെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ആയിരിക്കും. പറയാൻ പറ്റില്ല. ഇപ്പൊ അതൊക്കെ ഉള്ളായിരുന്നു അവിടെ. അപ്പൊ അങ്ങനെ പറഞ്ഞു തന്നത് മറ്റേ കാറുകള്. കാറുകള് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്. അതുകൊണ്ട് ഫുഡാണ് ഞാൻ പറയുന്നത്. ഫുഡ് ഞാൻ ആദ്യം വരുമ്പോ ഈ കുഴിമന്തി സെറ്റപ്പ് പറഞ്ഞ ആത്രാശം പോയി വരുമ്പോ ഒരു 7-8 സ്ഥലത്ത് പോയി കുഴിമന്തിയൊക്കെ കഴിച്ച്. 7-8 സ്ഥലത്ത് ഒരു ട്രെൻഡാ. പല സ്ഥലത്ത് പല. നമ്മുടെ കസൻ ഉണ്ട്, അപ്പൊ ഇവൻ നമ്മുടെ അടുത്ത് നമുക്ക് അവിടെ പോയി കഴിക്കാം, ഇവിടെ പോയി കഴിക്കാം, നമ്മളിങ്ങനെ പോയി കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയി ഈ പ്രാവശ്യം ലാസ്റ്റ് പ്രാവശ്യം ഞാൻ പോയപ്പം പ്രാവശ്യം ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണല്ലോ പോണത്. ഞാനും അപ്പനും അമ്മയുള്ളു. ഞാനും അമ്മ അപ്പൊ കല്യാണത്തിന്റെ ഹോള് നോക്കാനും അതിനൊക്കെ പോയി പല പല റെസ്റ്റോറന്റുകള്. ഇപ്പൊ ഈ കുഴിമന്തി എന്ന് പറഞ്ഞ ട്രെൻഡ് പതുക്കെ പോയി. പിന്നെ നാടൻ ഫുഡുകളിലേക്ക് ഇപ്പൊ തിരിച്ചു വന്നേക്കണം നാട്ടില്. പല ടൈപ്പ് ഫിഷ്, നല്ല കിഡിലൻ, ഇപ്പൊ ബീഫ്, നല്ല ചിക്കൻ കിഡിലെ സാധനങ്ങൾ. ഈ മറ്റേ കായലിന്റെ സൈഡിലൊക്കെ ഉള്ള ചേച്ചിമാരുടെ കടകളില്ലേ, ഈ കുടുംബശ്രീകാരുടെ കടകള്. നീ വന്നിട്ട് കഴിച്ചായിരുന്നു ഈ പ്രാവശ്യം കുടുംബശ്രീ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ കുടുംബശ്രീ ഞങ്ങളുടെ അവിടെ തറവാട് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, ഷൗട്ട് ഔട്ട് തറവാട്. തറവാടിലേക്ക് അവിടെ ചെല്ലുമ്പോ നമ്മുടെ ചോറും ഇച്ചിരി 4 വെജിറ്റേറിയൻ കറി വരും. പിന്നെ ഒരു വലിയൊരു പാത്രം നിറച്ചും പല പല മീനിന്റെ ഡിഷുകളും. ഞാൻ അതാ ചോദിക്കാൻ വന്നു, ഈ കഴിഞ്ഞ തവണ പോയപ്പം ഈ മറ്റേ ഏതോ കായലിന്റെ സൈഡിൽ നിന്ന് മറ്റേ മീനെ ലൈവായിട്ട് പിടിച്ച് വെച്ച് കഴിച്ചില്ലേ? അങ്ങനെ ഇല്ല, അതില്ല, അത് കടകളിലാ. അത് അവിടെ ഉള്ള കടകളില് കുറെ കടകളില് ഫ്രഷ് ഫിഷിന് വെച്ചിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞ ഇതിൽ കറി വെച്ചോ ഗ്രില്ല് ചെയ്തോ വറുത്തോ അവർ തരും. അത് അങ്ങനത്തെ ഒരു സാധനം. ഇത് നേരെ തിരിച്ച് ഇവർ ഓൾറെഡി ഫ്രഷ് സാധനം ഡെയിലി ഉണ്ടാക്കണതാ. ആ സാധനം വലിയൊരു മീൻതലയിൽ കിട്ടും. മീൻതലയൊക്കെ ഈ പ്രശ്നം മീനിന്റെ കണ്ണ് കഴിക്കോ? ഞാൻ കഴിക്കും. കഴിക്കുവോ? പിന്നെന്താ? എനിക്കറിയാൻ പാടില്ല എങ്ങനെ കഴിക്കാതെ. ഇല്ലേ, ഒരു വേറൊരു യുണീക് ടേസ്റ്റ് ആണ് സാധനത്തിന്. അല്ല, മീനിപ്പ ഒരു കൊടംപുളി ഇട്ട മീൻ, ആ മീനില്ലേ ഇച്ചിരി ചോറ്, മീനിന്റെ ചാറ്, ചാറ്, ഇനി ഇപ്പഴത്തെ ഇച്ചിരി ചെമ്മിപ്പൊടി, ഇച്ചിരി ക്യാബേജ്, ഇച്ചിരി അച്ചാറ്, പിന്നെ വേണമെങ്കിൽ ബീഫും വേണമെങ്കിൽ ഇച്ചിരി ചിക്കൻ ഫ്രൈ സൈഡിൽ വെച്ചോ. എല്ലാം കൂടി ഇങ്ങനെ കുഴച്ചു ഈ സാധനമൊക്കെ കഴിച്ചിട്ട് ഇവിടെ ആ സാധനമൊക്കെ കഴിച്ചിട്ട് നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ വന്നിട്ടില്ലേ എയർപോർട്ടിൽ വന്നപ്പോ ഈ സാധനം കഴിച്ചപ്പോഴല്ലോ 4 ഇരട്ടി കാശും കൊടുത്ത് കഴിഞ്ഞ കരച്ചിലാ വന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ ആള് കഴിക്കണേന്ന്. നാട്ടില് ഡെയിലി എല്ലാരും കഴിക്കണ ഫുഡാ അത്. ഇവിടുത്തെ ആൾക്കും ടേസ്റ്റ് അറിയില്ല കേട്ടോ. ഇവിടുത്തെ ആൾക്കാർക്ക് എന്ത് ഇവിടുത്തെ നമ്മളിപ്പോ ഒരു ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ആള് പറയണേ, ഓ ഐ ലവ് ഇന്ത്യൻ ഫുഡ്, ഐ ലവ് ബട്ടർ ചിക്കൻ. ഇത് പറഞ്ഞപ്പോഴത് കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ മറ്റേ PL പോയി. അവിടെ പോയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പം വെള്ളക്കാരാ. അപ്പൊ അവര് വന്നിട്ട് ഫുഡ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ചു, ബട്ടർ ചിക്കൻ കഴിച്ചു. എന്നിട്ട് അവിടെ ഇരുന്ന് മുഖം എല്ലാം ചുവന്ന് ഞാനവിടെ പേടിച്ചോ. ഇവര് ആശുപത്രി കൊണ്ടുപോയി ആ സെറ്റപ്പാ ഇവര്. ഇവർക്ക് പുളി പറ്റത്തില്ല, എരിവ് പറ്റത്തില്ല, ഒരു സാധനം പറ്റത്തില്ല. പക്ഷെ ഐ ലവ് ഇന്ത്യൻ ഫുഡ്, യു നോ. അതാണ് ഇവര് പറയുമ്പോ എന്റെ അടുത്ത് ഞാൻ കുറെ നാളായി ഇന്ത്യൻ ഫുഡ് കഴിക്കണ്. ഇവിടുത്തെ ഏറ്റവും കച്ച റെസ്റ്റോറന്റിലായിരിക്കും അവർ പോയിക്കൊണ്ടിരിക്കണത് 10 വർഷമായിട്ട്. സെയിം സ്ഥലത്ത് തന്നെ സെയിം ഫുഡ് തന്നെ കഴിച്ചോണ്ടിരിക്കണത്. എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കും, ഡിഡ് യു ഗോ ദേർ ബിഫോർ? ഞാൻ പറഞ്ഞില്ല. അവര് അടിപൊളി ഫുഡാണ്, അവിടെ പോണോന്ന് പറയും. നമ്മളവിടെ എടുത്ത് നോക്കുമ്പോ ഇന്ത്യക്കാരും പോല കടയില്. നമ്മളിവിടെ ചെറിയ കടകളൊക്കെ പറയുമ്പോൾ അവർ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ നല്ല കിട്ടില്ലം ഫുഡുകളല്ലേ. ഇപ്പൊ നമ്മുടെ ഇവിടെ ആയാലും നമ്മുടെ സുബേറിക്കട കട കിട്ടില്ലം കടയല്ലേ. അതെ, നമ്മളിവിടെ പോയി കഴിക്കണം. നമ്മുടെ നാട്ടിൽ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കുറച്ച് മലയാളി കടകളുണ്ട് ഇവിടെ. ഇപ്പൊ എല്ലാ കടകളായാലും കുറച്ച് അവരെല്ലാരും ട്രൈ ചെയ്യുന്നുണ്ട്. നാട്ടിൽ നിന്ന് ഷെഫിനെ കൊണ്ടുവന്നിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോ ഇവിടെ വരുമ്പോ നമുക്കും കഴിക്കേണ്ടത് ഇച്ചിരി ചോറ്, ഈ പറഞ്ഞ പോലെ
ചോറും കറിയും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. അല്ലാണ്ട് പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, അതായത് ഒരു കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം മുന്നേ അതില്ല ഇവിടെ, ഈ ഹാലിഫാക്സ് റേഞ്ചിലില്ല. അത് ടൊറന്റോ അതേപോലെ നയാഗ്ര ആ റേഞ്ചിൽ ഇതൊന്നും ഇല്ല ഇവിടെ. ഞാൻ മറ്റേ കോളേജിൽ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഗ്രോസറി ഷോപ്പ്, ഇന്ത്യൻ ഗ്രോസറി ഷോപ്പ് ഇല്ലായിരുന്നു അവിടെ. ഞങ്ങൾക്ക് ഗ്രോസറി ഷോപ്പ് പറഞ്ഞെങ്കിൽ ഇവിടെ ഹാലിഫാക്സ് 500 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഇവിടെ വന്നിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗ്രോസറി കാരണം വാങ്ങിക്കാറില്ലായിരുന്നു. ഉള്ളത് വെച്ചിട്ടൊക്കെ അത് മറ്റേ അതാ പറഞ്ഞ പഴം വാങ്ങിക്കാ തിന്ന, അതൊക്കെ വാങ്ങിച്ചൊക്കെ തിന്ന, വേറെ വഴിയില്ല. അതൊക്കെ ഭയങ്കര ഷോ. ഈ ഒരു കുറച്ച് നാളുകളിലാണ് ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കൂടി വന്നിരിക്കുന്നത്. അതിന് മുന്നേ ഒന്നും ഇല്ലായിരുന്നു. അതെ, അതാണ് ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇപ്പൊ നാട്ടുകാരായാലും ഇപ്പൊ ഈ ആ ട്രെൻഡ് പണ്ട് ഇപ്പൊ ഇവിടെ റെസ്റ്റോറന്റിൽ പോയാലും ഇപ്പൊ ബിരിയാണികളല്ലേ കൊടുത്തോണ്ടിരുന്നത്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ആ ട്രെൻഡ്, പല പല ടൈപ്പ് ബിരിയാണികൾ. ഇവിടെയും ബിരിയാണികളുണ്ട്, പക്ഷെ എല്ലാരും സാധാ ഈ ഫുഡുകളാണ് കൂടുതലാണ്. കറികളും ഇപ്പൊ കപ്പ മീൻകറിയും വെച്ചിട്ട് ചമ്മന്തി ഒരു സൈഡിലുണ്ടെങ്കിൽ വേറെ തൊറ്റ വേണമെങ്കിൽ ഒരു ചൂട് ചായ. ആലോചിക്കുമ്പോ തന്നെ ഉണ്ടല്ലോ വായനക്ക് വളമരികള് ഈ സാധനമാണ്. അതൊക്കെ നമുക്ക് ഇവിടെ ഈ രാത്രികളിൽ മറ്റേ തട്ടുകട പോകുമോ, നല്ല ദോശയും ചമ്മന്തി, അതിന്റെ സൈഡിൽ മറ്റേ പൊറോട്ട ഇട്ടിട്ട് അതിന്റെ സൈഡിൽ കുറച്ച് ചിക്കൻ, ചിക്കൻ, എന്നിട്ട് കുറേ സവോള, എന്നിട്ട് കുറച്ച് നാരങ്ങ വെച്ചിട്ടില്ലേ. പിന്നെ ഇതൊക്കെയാണ് മിസ് ചെയ്യുന്നത്. ഇതൊക്കെയാണല്ലോ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കണവർക്ക് ഇത് മനസ്സിലാവും. നാട്ടിൽ ഇത് എന്തുട്ട് ചിക്കൻ ഞങ്ങളെപ്പോഴും കഴിക്കുന്ന സാധനമല്ലേ. പക്ഷെ ഇവിടെ നിന്ന് നമ്മളൊന്ന് ആലോചിക്കുമ്പോ ഉണ്ടല്ലോ അതൊരു വേറൊരു ഫീൽ. പക്ഷെ ഇവിടെ നമ്മൾ എത്ര കടകളിൽ പോയാലും അവരെല്ലാം അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കണം. പക്ഷെ ഇവിടെ വന്ന മീറ്റും എല്ലാ സംഭവം ആ നാട്ടിൽ ആ ടേസ്റ്റ് 100% കിട്ടില്ല. ലൈക്ക് കാരണം പൊടികളുടെ എല്ലാം വ്യത്യാസമുണ്ട്. നമ്മള് നാട്ടിൽ കിട്ടുന്ന ലൈക്ക് ആ പൊടിച്ച മുളക് പൊടി, സാധനങ്ങളൊന്നും ഇവിടെ ഈ പാക്കറ്റിൽ വന്ന സാധനങ്ങള്. പാക്കറ്റിൽ വന്നൊരു സാധനം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് മല്ലിപ്പൊടി മേടിച്ച്. മല്ലിപ്പൊടി നമ്മളൊരു പാട്ടയിലിട്ട് വെച്ചാണേ. കുറച്ച് കഴിഞ്ഞപ്പോ മല്ലിപ്പൊടി പച്ച കളർ അടിയിൽ ഇറങ്ങിയിരിക്കണ്. പച്ച കളർ അടിച്ചിട്ടേക്കണ ആണോ? അതൊക്കെ കണ്ടപ്പോ എനിക്ക് പേടി. ഇപ്പൊ ഈ മുളക് പൊടിയൊക്കെ ഇഷ്ടിക പൊടിയാണോ പറയാൻ പറ്റത്തില്ല. ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ട മറ്റേ അരിയില്ലേ, ലിറ്ററലി അരി ഒരു മറ്റേ റബ്ബർ പോലത്തെ ഒരു സാധനത്തിൽ ഇങ്ങനെ മെഷീനെ ഇങ്ങനെ കയറ്റി കട്ട് അടിക്കുന്നത്. ലൈക്ക് ഒറിജിനൽ ഉണ്ടാക്കുന്ന അരിയല്ല ഇവിടെ വരുന്നത്. അതെ, വേറെ ഏതോ ഒരു അരിയൊക്കെ ഇവിടെ പ്ലാസ്റ്റിക് വെച്ചുള്ള സാധനം അതൊക്കെ തിന്നോണ്ടിരിക്കണേ. അടിച്ചു കയറുന്നുണ്ട്. അതിന്റെ ഇങ്ങനെ പറയില്ലേ, ഒരു പറച്ചോറ്, ഒരു ചിക്കൻ കറി, ചോറുണ്ടാണ്ട് എങ്ങനെയാ ഈ സെയിം ഡയലോഗ്. അതെ, ചോറില്ലാണ്ട് പറ്റില്ല എനിക്ക്. നമ്മള് എത്ര നമ്മളിപ്പോ ഡയറ്റ് ചെയ്യാൻ നോക്കിയാലും ആർക്കായാലും നമ്മുടെ ഒരു മലയാളിക്കൊരു ഇച്ചിരി ചോറും കറിയില്ലാണ്ട് നടക്കൂല. ഇല്ല, ഒരു നേരം, ഒരു 2 ദിവസത്തിൽ ഒരു വട്ടം കിട്ടിയാലും മതി. എന്നാൽ 2 നേരം കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു നേരം എന്തായാലും വേണം. അപ്പൊ ഇങ്ങനെ ഈ ഫുഡ് കഴിക്കണമല്ലോ. ഇപ്പൊ ഇവിടത്തെ പ്രശ്നങ്ങളാണല്ലോ, ഇവിടെ ഹെൽത്തിന്റെ പ്രശ്നങ്ങള്. ഇവിടെ നമ്മള് ഈ പറഞ്ഞ ഇങ്ങനത്തെ ഈ മുളക് പൊടിയില ഇതിലെ കളറൊക്കെ ആയിട്ട് സാധനം ഇവിടെ തന്നെ നമ്മൾ എത്ര നന്നായിട്ട് കഴിച്ചാലും നമ്മുടെ ഈ വയറിന് പ്രശ്നം. അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോവാന്ന് വെച്ചാലോ നടക്കുമോ? അറിയാമോന്ന് ആളുകൾക്ക് അറിയില്ല. ഇവിടുത്തെ ഹോസ്പിറ്റൽ ഫ്രീ ആണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടുത്തെ ഇപ്പൊ ഒരു വർക്ക് പെർമിറ്റോ സ്റ്റഡി പെർമിറ്റോ അല്ലെങ്കിൽ PR എല്ലാവർക്കും ഫ്രീ ആ സാധനം. പക്ഷെ ഇവിടെ ഡോക്ടറെ കാണാൻ പറ്റില്ല. ഡോക്ടറും ഇല്ല, നഴ്സും ഇല്ല, ആരും. അതെ. ചിലപ്പോ നമ്മളെ എമർജൻസി പോകുന്നതിന് എമർജൻസി സാധനങ്ങൾ കാണിക്കാനാണല്ലോ. എമർജൻസി ചെന്ന് കഴിയുമ്പോ ഒരു വൈകിട്ട് 8 മണിക്ക് പോയിക്കോ. വൈകിട്ട് 8 മണിക്ക് രാവിലെ ഒരു 8 മണിയാകുമ്പോ തിരിച്ചു വരാം. ചിലപ്പോ കാണാൻ പറ്റും ഡോക്ടറെ. ഇത് കണ്ടാ തന്നെയോ കറക്റ്റ് ആയിട്ട് പറയത്തില്ലെന്ന്. കണ്ടത് ഇങ്ങനെയാണ്. ചിലപ്പോ നമ്മൾ അറിയാവുന്ന ഒരാളുടെ കാലൊടിഞ്ഞെന്ന് കാലൊടിഞ്ഞെന്നൊന്നും അറിയത്തില്ല. ലൈക്ക് ഭയങ്കര വേദന കാലിന്. ഓക്കെ, അതും വെച്ചിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്ത് അവസാനം ഡോക്ടറെ കണ്ട്. അപ്പൊ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കാലൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് ലൈക്ക് ഈ ഇത് അറിയാവുന്ന ആളാണെങ്കിൽ മറ്റേ കുറച്ച് മഞ്ഞപ്പൊടി തേച്ചിട്ടുണ്ടായിരുന്നു. എന്തോ വേദന എന്താ കടിച്ചതാണോ എന്നൊന്നും അറിയത്തില്ല, ഇങ്ങനെ പൊങ്ങിയിരിക്കുക കാല്. അപ്പം മഞ്ഞപ്പൊടി തേച്ച് എന്തായാലും ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അത് കണ്ട ഉടനെ 2 കൊട്ടും കൊട്ടിട്ട്
arthritis. yes I diagnose arthritis, so you need to take like എന്നിട്ട് എഴുതി തരുന്ന മരുന്ന് മറ്റേ പെയിൻ കില്ലർ. അത് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മരുന്ന് എഴുതി തരുന്നുണ്ട്. ഞാൻ പറഞ്ഞ ലൈക്ക് ഇത് ആർത്രൈറ്റിസ് അല്ല, ലൈക്ക് ഇങ്ങനെ കാല് മടങ്ങിയതാ, അപ്പൊ നമുക്ക് എക്സ്റേ എടുത്ത് നോക്കിയല്ലോ. അതിന്റെ ആവശ്യമില്ല, ആർത്രൈറ്റിസാ, നിനക്ക് വേണമെങ്കിൽ പിന്നെ ഞാൻ എടുത്തു തരാം എന്നുകൊണ്ട് നേരെ എക്സ്റേക്ക് പറഞ്ഞു വിട്ട്. അതും എല്ലാം ഫ്രീ ആട്ടോ, എല്ലാം ഫ്രീ ആണ്. എന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു പൊട്ടല്. ഓ സോറി, ദാറ്റ്സ് മൈ ബാഡ്, ഇറ്റ് വാസ് എ ഫ്രാക്ചർ. നമ്മുടെ നാട്ടിലാണെങ്കിലോ അവനെ പുറത്തേക്ക് എടുത്തിരിക്കണല്ലേ, ഇടിച്ച് നശിപ്പിച്ച. എന്ത് ചെയ്യാ, അത് എത്ര മണിക്കൂർ കാത്തിരുന്ന് കണ്ടതറിയോ, കലിപ്പോരൂലേ. ഇതേപോലെ തന്നെ എനിക്ക് സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു സ്കിന്നിന്റെ ഡോക്ടറെ കാണാൻ വേണം. എനിക്കിവിടെ അരിമ്പാറ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു തലയുടെ ബാക്കിൽ. അത് ഞാൻ അവിടെ ഡോക്ടറെ അടുത്ത് നിന്നപ്പോ അവര് അപ്പോയിന്റ്മെന്റ് എടുത്ത് 6 മാസം എടുത്ത് ഇത് കാണാനായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടിയപ്പോ 6 മാസം കഴിഞ്ഞാണ് ചെല്ലണേ. അപ്പൊ പുള്ളിയുടെ അടുത്ത് ഞാൻ പോയി. ആദ്യത്തെ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോ അവര് പറഞ്ഞു ഇവിടുത്തെ ഒരു ചെക്ക് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തെ ഡോക്ടർ മെയിൻ ഡോക്ടറിന്റെ അടുത്തേക്ക് വിടും. മെയിൻ ഡോക്ടറിന്റെ അടുത്ത് പോയി വെയിറ്റ് ചെയ്യണാണ്. വെയിറ്റ് ചെയ്ത് ഞാൻ കയറിച്ചിട്ടുണ്ട്. അപ്പൊ ഡോക്ടറും ഡോക്ടറിന് അസിസ്റ്റന്റും ഉണ്ട്. പ്രായമുള്ള കിളവനാണ് ഡോക്ടർ. കണ്ണു പോലും കളിക്കാണ് വരില്ലാന്ന് തോന്നുന്നു. പുള്ളി എന്നെ ഇങ്ങനെ നോക്കിയിട്ട് എന്റെ തലങ്ങനെ തിരിച്ചു നോക്കിയിട്ട് ഓ വി കാൻ ഡു നത്തിങ്. ഇത് ഇരിക്കുന്നത് വേറൊരു സ്ഥലത്താണ്, തലയുടെ ഇരിക്കുന്ന. വി കാൻ ഡു നത്തിങ് ഹിയർ, യു ജസ്റ്റ് ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ്. ഞാനപ്പോ പറഞ്ഞു ഞാനപ്പോ ഇയാള് ഞാൻ പറഞ്ഞു സെയിം സാധനല്ലേ ഇപ്പോൾ ഇയാളിപ്പോ പറഞ്ഞത് പറ്റില്ലെന്നല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞു അറിഷുവർ എന്ന് വെച്ച് ശരി ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ട് എന്തൊരു സാധനം അവിടെ ഉണ്ട്. അവിടെയൊക്കെ ഇവിടെയൊക്കെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ റിസ്ക് ഞാൻ എടുക്കാം. ഇല്ല ഞങ്ങൾ അങ്ങനത്തെ സംഭവം ചെയ്യില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് വല്ല അഫക്റ്റീവ് ആണോ, ഞാൻ വെറുതെ അറിയോന്ന്. ഇത് ഇവിടെ ഒന്നും പാടില്ല. ഞാൻ പറഞ്ഞത് തുടങ്ങിയപ്പോ 2 ഗുരു ഉണ്ടായുള്ളൂ, ഇവിടെ ഒരു 8 ഗുരു ഉണ്ട് ഇപ്പൊ. അവള് അതൊന്നും കുഴപ്പമില്ല. ഞാൻ എന്നിട്ട് അതും വെച്ചിട്ടാണ് ഞാൻ നാട്ടിൽ പോണേ. ഇത് കാണിക്കാൻ പോതാണോ? ഇല്ല, ഞാൻ കല്യാണത്തിന്റെ ഈ സംഭവത്തിന് വേണ്ടിട്ട് ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ നടക്കണ്ടല്ലോ. അപ്പൊ ഇതിന് വേണ്ടിട്ട് ഞാനപ്പോ നാട്ടിൽ ചെന്നപ്പോ സ്കിന്നിന്റെ ഡോക്ടറൊക്കെ ഉണ്ട്. അവരവിടെ തിരിഞ്ഞിരുന്നോ 2 ഇഞ്ചക്ഷൻ കൊടുത്ത് അത് കഴിഞ്ഞപ്പോ കുറെ സാധനങ്ങളാണ് കരിച്ചു കളഞ്ഞ്. ആ ഒരു 3 സെഷൻ കഴിഞ്ഞപ്പോഴേക്കും അതെ അത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ നാട്ടിൽ ഇപ്പൊ അതേപോലെ തന്നെ ഇവിടുത്തെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഹെൽത്ത് കെയർ. നമ്മുടെ കൂട്ടുകാരന് പല്ലുവേദന അതെന്ന് പറഞ്ഞാലേ കോമഡി. അതെ, ഇവന് വർത്താനം പറയാൻ പറ്റണില്ലട്ടോ, പല്ലുവേദന ഉണ്ടാ. അപ്പൊ അവന് ഡോക്ടറെ കാണാൻ ചെന്നേക്കണേ. അപ്പൊ ഈ എമർജൻസിലാ ചെല്ലണേ. എമർജൻസി ചെന്നപ്പോ നമ്മളൊരു ഡോക്ടറിനെ കണ്ടപ്പോ പറഞ്ഞേ ഒരു പെയിൻ കില്ലർ കൊടുത്തിട്ട് കം ബാക്ക് ആഫ്റ്റർ 1 month. ഒരു മന്തിന് അങ്ങനെ അവിടെ അതായത് 5 മിനിറ്റിനുള്ളിൽ എമർജൻസിയിൽ പോവാണെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ നീ മരിക്കുവാണെങ്കിൽ നോക്കും, അത്ര നോക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാം. ലൈക്ക് എന്റെ ഒരു കമ്പനിക്കാരെ ഫുട്ബോൾ കളിച്ചിട്ട് ലൈക്ക് മുട്ടിന്റെ ചിരട്ട തിരിഞ്ഞ് ഇപ്പുറത്ത് പോയി 8-9 മണിക്കൂർ ലൈക്ക് പെയിൻ കില്ലർ കടത്തി അവിടെ സ്ട്രക്ചറിൽ കടത്തി. ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് അവൻ അവിടെ ഇരുന്ന് പബ്ജി കളിച്ചോണ്ടിരിക്കുക. കാരണം പെയിൻ ഇല്ല, പെയിൻ കില്ലർ കൊടുത്ത് ഓരോ 2 മണിക്കൂർ 3 മണിക്കൂറിന്റെ പെയിൻ കില്ലർ കൊടുത്തോണ്ടിരിക്കുക. എന്നിട്ട് ഒരു 8-8.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഡോക്ടർ വന്നിട്ട് ഈ സാധനം എടുത്തിട്ട് എന്ന് പറഞ്ഞ് തിരിച്ചിട്ടത് ഇത്രേ ഉള്ളൂ, ഇനി പ്ലാസ്റ്റർ ഇട്ടിട്ട് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. ലൈക്ക് ഒരു 5 മിനിറ്റ് മരിക്കുവോ എന്നാ നോക്കും. ആ സെറ്റപ്പാണ് ഇവിടുത്തെ. അതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലത്തെ ലൈക്ക് ഒരിടത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത്, അല്ലെങ്കിൽ അതിനടുത്തത് പല ഓപ്ഷൻസാ. നമുക്ക് പ്രൈവറ്റ് ഉള്ളതിന്റെ ഗുണം നാട്ടില്. ഗവൺമെന്റ് ഇപ്പൊ നല്ല അടിപൊളി ഹോസ്പിറ്റലാണ്, പെട്ടെന്ന് നല്ല മരുന്ന് സംഭവങ്ങളൊക്കെ നാട്ടിൽ കൊടുക്കണേ. നാട്ടില് മറ്റേ ടൈപ്പ് ഹോസ്പിറ്റലും ഉണ്ട്. ഇപ്പൊ നമ്മള് ചെല്ലാണ് ഡോക്ടറെ എനിക്ക് തലവേദന എടുക്കണം, പ്രശ്നമാണ് കേട്ടോ, ഒരാഴ്ച കിടക്കേണ്ടി വരും. ഒരാഴ്ചയാണ് കിടത്തിട്ടുണ്ട്. 25 സ്കാനിങ്ങും സംഭവങ്ങളൊക്കെ കണ്ടു തരും. അതായത് എന്റെ അപ്പനും ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ ഞാനപ്പോ കല്യാണത്തിന്റെ കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടി പോണാണ്. പുള്ളി പനിയാന്ന് പറഞ്ഞ പുള്ളി കയറ്റി ഒരു 1.5 ആഴ്ചയാണ് എടുത്തി. എന്റെ പറഞ്ഞത് അത് മറ്റേ ലൈക്ക് അതെന്താ പറ്റിയെന്നറിയോ, പുള്ളിക്കാരന് ഇൻഷുറൻസ് ഉണ്ടെന്നുള്ള കാര്യം ഈ ഡോക്ടർ അറിഞ്ഞു. അതെ, അപ്പം ഇൻഷുറൻസ് ഉള്ളത് കാരണം ലൈക്ക് അവിടെ പിടിച്ച് കിടത്തി. എന്നിട്ട് ഇത് മുഴുവൻ ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട്, കാരണം അപ്പൻ്റെ കയ്യിൽ നിന്ന് കാശ് പോകുന്നില്ല, ഇൻഷുറൻസ് കമ്പനിയെ കൊടുക്കുന്നത്. അതേസമയം മറ്റേ ഇപ്പുറത്തെ ഹോസ്പിറ്റലുകാർക്ക് ഈ കാശെല്ലാം കിട്ടുകയും ചെയ്യും. ലൈക്ക് ഇതാണ് ഇവന്മാരുടെ പരിപാടി, ഒരു സെറ്റ് ആൾക്കാരുടെ പരിപാടി. അതാ നമ്മുടെ നാട്ടിൽ ഈ പ്രായമുള്ളവരാണെങ്കിലേ
അസുഖം ഉണ്ടെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഡോക്ടർ, ഈ സെറ്റപ്പാ. അപ്പനാണെങ്കിലും അതേപോലെ തന്നെ ഇവര് വിടണ്ടേ, ഇവര് ഇല്ല ഇത് ഇനിയൊന്നും കൂടി ശരിയാവാനുണ്ട്, ഞാൻ അത് ശരിയാവാണ്ട് ചെയ്യാൻ പുള്ളി എനിക്ക് പോണം. എന്നിട്ട് അവസാനം അവര് പറഞ്ഞു വിട്ട്. പക്ഷെ ഇത് അവരുടെ പ്രശ്നം അതാണ് നാട്ടില്. പക്ഷെ നല്ല ഡോക്ടർ, പക്ഷെ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് പോയി ഒരു റെസ്പോൺസ് കിട്ടും, ഫാസ്റ്റ് റെസ്പോൺസ്. നമുക്ക് അടുത്ത ഓപ്ഷൻ ഉണ്ട്. ഇതേപോലെ ചാവാൻ കിടക്കേണ്ട. അതെ അതെ, അതാണ് ഇവിടത്തെ. അതൊരിക്കലും നന്നാവും എനിക്ക് തോന്നുന്നില്ല. ഒന്നിലേക്ക് നന്നാവണമെന്നുണ്ടെങ്കിൽ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിനും നമുക്ക് സമരം ചെയ്യട്ടോ. കാര്യമൊന്നുമില്ല, വെറുതെ പറയാതായിരുന്നു വേണ്ടി എവിടെ പോയി സമരം ചെയ്യാനാ. ഇവിടെ റോട്ടിൽ നിന്ന് ഇപ്പൊ നമ്മുടെ റോഡിൽ തന്നെ എന്തുമാത്രം നഴ്സുമാരും ഡോക്ടർമാരും സമരം ചെയ്തോണ്ട് വലിയ കാര്യം നടക്കുന്നുണ്ട്. അവര് തന്നെ സമരം ചെയ്യും, 1 മാസം കഴിയുമ്പോ അവര് തിരിച്ചു. ഇവരാരും മൈൻഡ് ചെയ്യൊന്നുമില്ല. ഇവിടെ പുറത്ത് നമ്മൾ എന്തോരം സമരം, ഇവരെ സമരം കണ്ടല്ലോ നാട്ടിലെ സമരം പോലെയല്ല, ബ്ലോക്ക് ഒന്നും ചെയ്യൂല. ഇവര് റോഡിന്റെ സൈഡിൽ പോസ്റ്റർ ആയിട്ട് വെക്കും, ഇഫ് യു സപ്പോർട്ട് പ്ലീസ് ഹോങ്ക്. അങ്ങനെയാണ് ഇവിടുത്തെ. ഈ കഴിഞ്ഞ ദിവസം മറ്റേ മൗണ്ട് വിൻസെന്റിന്റെ ഫ്രണ്ടില് ടീച്ചർമാരെല്ലാം സമര. അവര് സൈഡിൽ മറ്റേ പ്ലക്കാർഡ് ഹോങ്ക് ഹോങ്ക് എന്നൊക്കെ പറഞ്ഞു. ഈ നാട്ടുകാരുടെ ഹോങ്ക് കിട്ടിയിട്ട് അതുപോലെ ഹോസ്പിറ്റലിലെ സ്കൂളുകാർ പറയും, അവർക്കൊരു 50 ഹോങ്ക് കിട്ടിയിട്ടുണ്ട്, അവർക്കൊരു $5 കൂടുതൽ. എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ഇവിടത്തെ ഭയങ്കര സ്നേഹം സൈലന്റ് ആയിട്ടുള്ള പരിപാടികളാണ്. എന്നിട്ട് ഒരു റെപ്രസെന്റേറ്റീവ് പോയി സംസാരിക്കും. അപ്പൊ അവര് പറയും പറ്റില്ല, നിങ്ങൾക്ക് കാശൊന്നും കൂട്ടില്ല. ഓക്കെ, അതെ അതെ, അവര് 3-4 ദിവസമൊക്കെ നോക്കും. പിന്നെ ഇവർക്ക് അതെല്ലാവർക്കും ഇവിടെ 1 മണിക്കൂർ കാശ് കിട്ടിയില്ലെങ്കിൽ പരിപാടി ഒന്നും നടക്കൂല. കാരണം ഇവിടുത്തെ ഒരു കൾച്ചറാണല്ലോ നമ്മുടെ ഇത് പേയ്ചെക്ക് ടു പേയ്ചെക്ക് എന്ന് പറഞ്ഞ കൾച്ചർ. ഈ സാധനം നമ്മള് എത്ര സേവ് ചെയ്യാൻ നോക്കിയാലും നടക്കില്ല. ഈ പറഞ്ഞ 2 ലക്ഷം രൂപ ഉണ്ടാക്കിയ ആളായാലും 1 വർഷം ഉണ്ടാക്കണ ആളായാലും തികയൂല. അതെ, 50,000 രൂപ ഉണ്ടാക്കിയാലും 2 ലക്ഷം ഉണ്ടാക്കിയാലും വ്യത്യാസം. ആ പേയ്ചെക്ക് നടത്ത പേയ്ചെക്ക് എത്തുന്നത് ഒരു ഓട്ടോണ് അല്ലേ? ഇത് ആ സംഭവം നാട്ടിലിപ്പല്ലേ പണിയില്ല. അത് എത്ര പേര് വീട്ടിലിരിപ്പുണ്ട്, എന്ത് സുഖമായിട്ടിരിപ്പുണ്ട്. രാവിലെ എഴുന്നേക്കുമ്പോ ചായ റെഡി, അമ്മേ ചായ കുടിക്കുന്നു. അതുകൊണ്ട് മുഖത്തേക്കൊരു ബ്ലാക്ക് ടീ. അത് കഴിഞ്ഞിട്ട് നേരെ അവിടുത്തെ അമ്മ ഞാൻ ഒന്ന് പുറത്തു പോകാണ്ടോ ഫ്രണ്ട്സ് ആയിട്ട്. 2 ഫ്രണ്ട്സ് പോയിട്ട് അവർ പോകും. എന്നിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ചു വന്നിട്ട് അമ്മ ലഞ്ചായില്ലേ, എന്നിട്ട് ലഞ്ച് കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിള്ളേരെ വീണ്ടും കളിക്കാൻ പോകും. പിള്ളേരുകൾ ക്രിക്കറ്റ് ഫുട്ബോൾ ഈ സംഭവം കളിക്കാൻ പോകും. എന്നിട്ട് നേരെ തിരിച്ചു വന്നിട്ട് ഡിന്നർ, ഫോൺ വിളി, കിടന്നുറക്കം. എന്ത് സുഖമുള്ള ഇവിടെ രാവിലെ തന്നെ ഒരു ഓട്ടോ, രാത്രി വന്ന് കഴിയുമ്പോഴ എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി. ഉറങ്ങാനും പറ്റത്തില്ലെന്നേ. പക്ഷെ ഇവിടെ തന്നെ ഉറക്കം മാത്രമല്ല, ബാക്കി പണി ആരെടുക്കും? തീരണ്ട ഈ പണികള്. പണി എടുക്കണം, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, പുറത്തത്തെ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഇവിടെ വന്നിട്ട് നേരെ തിരിച്ച് ഇവിടെ നമ്മുടെ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്കാൻ ആളുണ്ട്. എല്ലാം നമ്മുടെ ഒരു അമ്മ എന്ന് പറഞ്ഞ ഒരാളാണല്ലോ അവിടെ ഉള്ളത്. പുള്ളിക്കാരത്തി ഓളിനോളാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ചിലരുടെ വീട്ടിലാണെങ്കിൽ വീട്ടിലൊരു പണിക്കാരാരിലൊക്കെ വന്നിട്ടുണ്ടാവും എന്തെങ്കിലും കാര്യത്തിന്. അപ്പൊ അവര് അലക്കും, വീട് ക്ലീൻ ചെയ്യും. ഇവിടെ ഒന്നുമില്ല, ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ആരുമില്ല. തുണി ഇറക്കണം, രാവിലെ ഫുഡുണ്ടാക്കണം, അത് കഴിഞ്ഞിട്ട് കഴിക്കണം, കുളിക്കണം, എന്ത് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. വലിയ പാടത്. കുളിക്കല് പിന്നെ ആരും വന്ന് കുളിപ്പിക്കൊന്നുമില്ല. കഴിക്കണം, കുളിക്കണം, എന്തൊക്കെ ബുദ്ധിമുട്ടാണ്. കാട്ടിൽ വല്ല ജീവിച്ചിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നില്ലേ? കുളിക്കാൻ വന്യജീവികളെയൊക്കെ രാവിലെ എണീറ്റിട്ട് മറ്റേ കഥയൊക്കെ തുറന്നിട്ട് ഇങ്ങനെ പോയിരുന്നു, അടിപൊളിയായിരുന്നു. ഇല്ല, അതേപോലെ നമ്മുടെ വീരപ്പനൊക്കെ ഉണ്ടല്ലോ, വീരപ്പന പക്ഷെ പുള്ളി എങ്ങനെയായിരിക്കും ജീവിച്ചത്? പുള്ളിയുടെ ഒക്കെ ലൈഫ് എന്ത് ജില്ലെന്നായിരിക്കും. പുള്ളി ഇങ്ങനെ മറ്റേ തോക്കും പിടിച്ച് ഇങ്ങനെ ഇരുന്നാ പോരെ. കൊറേ ആൾക്കാർ കാണുമല്ലോ, സാർ എന്താണ് വേണ്ടത് ഉത്തരം സാർ. ആ സെറ്റപ്പില് നാട്ടില് 2 ലക്ഷം രൂപ വരുമാനം ഉണ്ടായത് അതേപോലെ ആളുണ്ടാവും. സത്യം പറഞ്ഞ നാട്ടില് ഒരു മാസം 2 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ പണിക്കാർ ഇഷ്ടംമാരുണ്ട്. പണ്ട് നാട്ടിലെ തമിഴന്മാരെ കിട്ടും പണിയെടുക്കാനായിട്ട്. ഇപ്പൊ തമിഴന്മാരെ പറ്റൂല, തമിഴന്മാര് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഹിന്ദിക്കാര് ഒരു എക്സ്പെൻസീവ് ആയി. ബംഗാളികൾക്ക് വില കൂടിയത്. ഇപ്പൊ നാട്ടിലൊക്കെ പണ്ട് ഇപ്പൊ അവര് പറയുമ്പോ നമ്മള് ഹിന്ദി പറഞ്ഞിപ്പിക്കണം, ഇപ്പൊ അവര് നമ്മളെ മലയാളം പഠിപ്പിക്കും. എല്ലാരും മലയാളം പറയുന്നത്. ഇവരിപ്പൊ കണ്ടാൽ മനസ്സിലാവത്തില്ല ഇവര് മലയാളിയാണോ ബംഗാളിയാണോ എന്ന് കണ്ടാൽ പോലും മനസ്സിലാവത്തില്ല. ആ സെറ്റപ്പിലേക്ക് മാറി തുടങ്ങി. ഇവിടെയാണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ഇപ്പൊ
ഒട്ടുമിക്ക ആൾക്ക് ഹിന്ദി ഒന്നും അറിയൂടാ. ഇപ്പൊ ഹിന്ദിക്കാരത്തായാലും അണ്ണാ എങ്ക വാ അവര് ഹിന്ദിക്കാരൻ അവര് വരും. ഇവർക്ക് സംഭവം മനസ്സിലായി. ഇവര് ചിലപ്പോ തമിഴും പഠിക്കും. കാര്യവശാൽ ഇവർക്ക് വർക്ക് കിട്ടണമല്ലോ. ഇവര് ഈ പറഞ്ഞ പോലെ നമ്മള് നാട്ടിൽ നിന്ന് നമ്മള് കേരളത്തിൽ നിന്ന് കാനഡയിൽ വന്ന് പണിയെടുക്കണ പോലെയാണ് അവര് അവിടെ വന്ന് കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നത്. സത്യമാണ്. ഇവര് എന്നിട്ട് നാട്ടില് ചിലപ്പോ അവരെ ബീഹാർ എവിടെ നിന്ന് അവർക്ക് ചിലപ്പോ അവിടെ വലിയ കൃഷിയൊക്കെ ഇരിക്കും. നല്ല കാശാണ് ടീമുകൾക്ക്. നമുക്ക് അങ്ങനത്തെ ഒന്നുമില്ല. നാട്ടിലൊന്നും മേടിക്കാനും പറ്റാത്ത, നാട്ടിൽ മേടിക്കാം. ഇവിടുത്തെ ചെലവ് കഴിഞ്ഞാലേ നാട്ടിൽ മേടിക്കാൻ പറ്റുള്ളൂ. സത്യം. അപ്പൊ നമുക്കേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ പറയാം. ഇതിപ്പോ നമ്മള് കുറെ നേരം സംസാരിക്കണേ. ബാക്കി നമുക്ക് പയ്യെ ഓരോ സ്റ്റെപ്പായിട്ട് അപ്പൊ ഈ എപ്പിസോഡ് നമുക്കൊരു 2 ആക്കി മുറിക്കാം. അത് മതി. അതെ, അല്ലെങ്കിൽ ഇവരെന്ത് 2 മണിക്കൂർ നിങ്ങൾക്കും ബോറാവുന്നേ. അതെ, അപ്പൊ ഞങ്ങള് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോ നിങ്ങളുടെ സ്വന്തം ആകാശ് അജി, ആഗിൽ ടൈറ്റസ്. അപ്പൊ see you on the next episode. OSP.